പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് കറണ്ട് അഫയേഴ്സ് ആണ് കേട്ടോ. അപ്പൊ കറണ്ട് അഫയേഴ്സിൽ മെയ് മാസം വരെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ കാണാത്തവർ എന്ത് ചെയ്യുക, അത് കാണാനായിട്ട് ശ്രമിക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ജൂൺ മാസത്തെ കറണ്ട് അഫയേഴ്സ് ആണ്. അപ്പൊ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ PSC ബുള്ളറ്റിനിൽ കൊടുത്തിരിക്കുന്ന കറണ്ട് അഫയേഴ്സും അതുപോലെ തന്നെ അതിലില്ലാത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരൊറ്റ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. അപ്പൊ ഒരു കാര്യം എന്ത് ചെയ്ത് സ്കിപ്പ് ചെയ്യരുത്, തന്നിട്ടുള്ള കാര്യങ്ങൾ മുഴുവനായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. എന്തായാലും നിങ്ങൾ ക്ലാസ് കണ്ടു കഴിയുമ്പോഴേക്കും ആ ഒരു കാര്യം പഠിച്ചിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പൊ അതിന് മുന്നേ ആയിട്ട് നമ്മുടെ 100 ഡേയ്സ് ചാലഞ്ച് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാത്തവർ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യുക. തികച്ചും നിങ്ങൾക്ക് ഒരു നല്ലൊരു അനുഭവമായിരിക്കും ആ ഒരു ബാച്ച് എന്ന് പറയുന്നത്. 100 ദിവസം കൊണ്ട് നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് നമ്മൾ അതിലൂടെ പഠിപ്പിച്ചെടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ പഠനം ഒരു ബിഗിനേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ പഠനം ഒരു ബോറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു പഠനം അല്ല നിങ്ങൾക്ക് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഒരു കൺസിസ്റ്റൻസി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ധൈര്യമായിട്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാം. കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോവുക. കറക്റ്റ് ടൈമിൽ റിവിഷൻ നടത്തിക്കൊണ്ട് നമ്മുടെ പഠനം വളരെ ബോറില്ലാതെ ഒരു കൺസിസ്റ്റൻസിയിലൂടെ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മൾ ജനുവരി 26 സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നോക്കാം. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുന്ന സമയത്ത് ഓരോന്നും നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പറയുന്നത് എന്താണ്, ഒരു പദ്ധതിയെ കുറിച്ചിട്ടാണ് അല്ലെ. പദ്ധതിയുടെ പേരെന്താണ്, രക്ഷാകവചമാണ് അല്ലെ. അപ്പൊ എന്താണ് രക്ഷാകവചം എന്ന് പറയുന്ന പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്താണ് രക്ഷാകവചം എന്ന് പറഞ്ഞാല്? അതായത് ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കാൻ എക്സൈസും പോലീസും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏത് രക്ഷാകവചം എന്ന് പറയുന്നത് അല്ലെ. അവരൊരു രക്ഷാകവചം പോലെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് അല്ലെ. അതായത് ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എക്സൈസും പോലീസും കൂടി കൊണ്ടുവന്നിട്ടുള്ള ഒരു പദ്ധതിയാണ് ഏതെന്ന് പറയുന്നത് രക്ഷാകവചം. ഓർമ്മയിൽ കിട്ടുമല്ലോ, പ്രശ്നമില്ലല്ലോ. രക്ഷാകവചം അല്ലെ, അതായത് ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളൊക്കെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്ത് നോക്കാം. അടുത്തതും എന്താണ്, ഒരു പദ്ധതി തന്നെയാണ്. പക്ഷെ അത് എവിടെയാണ്, ഉത്തർപ്രദേശിലാണ് കേട്ടോ. എന്താണ് ആ പദ്ധതി എന്ന് പറയുന്നത്? ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സഫർ ഇൻ ബഫർ. ഓക്കെ, എന്താണ് സഫർ ഇൻ ബഫർ എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ അത് ഏതാ സംസ്ഥാനം? ഉത്തർപ്രദേശ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? എന്താ പറഞ്ഞത്? ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിനായിട്ട് സഫർ ഇൻ ബഫർ എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് ആരംഭിച്ചത് എന്ന് ചോദിച്ചാൽ ഏതാണ് സംസ്ഥാനം? ഉത്തർപ്രദേശ്. അപ്പൊ ഓർമ്മയിൽ ഉണ്ടാവണം, സഫർ ഇൻ ബഫർ ഉത്തർപ്രദേശ്. സഫർ അല്ലെ, സഫർ ബഫർ ഉത്തർപ്രദേശ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. 2025 G7 സമ്മേളനത്തിന് വേദിയാകുന്നത് ഇമ്പോർട്ടന്റ് ആണ്. G7 അല്ലെ, G7 2025 എവിടെയാ വേദിയാകുന്നത്? കാനഡയാണ് കേട്ടോ. 2024 ഇറ്റലി ആയിരുന്നു. 2025 എവിടെയാ വരുന്നത്? കാനഡ. അപ്പൊ 2025 G7 ഉച്ചകോടിയുടെ വേദി എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കാനഡ. ഓർത്തു വെക്കാലോ, 2025 G7 ഉച്ചകോടി കാനഡ. 2024 അത് ഇറ്റലിയാണ്. അപ്പൊ 2024 ഇറ്റലിയും 2025 എവിടെയാ വരുന്നത്? കാനഡയാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്, ഏതൊക്കെയാണ് ഈ പറഞ്ഞ G7 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ഈ പറയുന്ന G7 എന്ന് പറയുന്നത്? അതും കൂടി ഒന്ന് ഓർത്തു വെച്ചേക്ക. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒന്ന് ഓർത്തു വെച്ചേക്ക. ആ 7 രാജ്യങ്ങള് ഏതൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, UK, USA. ഓക്കെ ആണല്ലോ. ഈ പറഞ്ഞ 7 രാജ്യങ്ങളാണ് G7 ഉൾപ്പെടുന്നത്. ഏതൊക്കെയാണ്? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, UK, USA. അല്ലെ, കാണുമ്പോൾ പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ട് തോന്നും. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നിങ്ങനെ പാർട്ടായിട്ട് പഠിച്ചാൽ മതി അല്ലെ. ഒരേപോലെയുള്ളത് പഠിക്കാതെയും കാനഡ, ഫ്രാൻസ് അങ്ങ് പഠിച്ചു വെച്ചേക്കാം. G7 ഉൾപ്പെടുന്ന രാജ്യങ്ങളാണ്. ഒന്ന് കാനഡ, ഫ്രാൻസ്. പിന്നെ ഒരേപോലെയുള്ളത് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. ഒരുമിച്ച് അങ്ങ് പഠിക്കാലോ. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. പിന്നെ വരുന്നത് UKയും USA. ഓക്കെ, UKയും USA. ഒന്നുകൂടി ഓർത്തെടുത്തേ. ഏതൊക്കെയാണ് G7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്? കാനഡ, പിന്നെ ഏതായിരുന്നു? കാനഡ, ഫ്രാൻസ്. അത് ഒരുമിച്ച് പഠിക്കുക. കാനഡ, ഫ്രാൻസ്. പിന്നെ ഒരേപോലെ വരുന്നത് ജർമ്മനി, ജപ്പാൻ, ഇറ്റലി അല്ലെ. ജർമ്മനി, ജപ്പാൻ, ഇറ്റലി. പിന്നെ വരുന്നത് ഏതാണ്? UK, USA. ഓക്കെ, അപ്പൊ ഈ 7 രാജ്യങ്ങൾ നമുക്ക് കിട്ടും. ഏതൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞേ? കാനഡ, ഫ്രാൻസ്, ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, UK, USA. ഇതാണ് G7 ഉൾപ്പെടുന്ന രാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ നമുക്ക് പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, ഓരോരോ ടെക്നിക്കൊക്കെ ഉപയോഗിച്ചിട്ട് പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നിങ്ങൾ ഷോർട്ട് നോട്ടിലൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് റിവൈസ് ചെയ്യുക. പിന്നെ അതങ്ങനെ നമ്മുടെ മനസ്സിലങ്ങ് പതിഞ്ഞോളും. ഓക്കെ ആണല്ലോ. അപ്പൊ എവിടെയാണ് G7 ഉച്ചകോടിയുടെ 2025 വേദി എന്ന് പറയുന്നത്? എവിടെയാണ്? കാനഡയിൽ തന്നെയാണ് അല്ലെ. കാനഡയിലാണെന്ന് ഓർത്തു വെക്കാം.
ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം നേടിയത് ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് കേട്ടോ. അപ്പൊ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ് ഏറ്റവും മൂല്യമുള്ള ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഇടം നേടിയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത്. ഏതാണ്? റിലയൻസ് ഇൻഡസ്ട്രീസ്. ഓർമ്മയിൽ ഉണ്ടാവല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ജൂൺ 5 അല്ലെ. ജൂൺ 5ന്റെ പ്രത്യേകത എന്താണ്? ലോക പരിസ്ഥിതി ദിനമാണ് അല്ലെ. അതെല്ലാവർക്കും അറിയും. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള 1-2 കാര്യങ്ങളുണ്ട്. എന്തായിരിക്കും? ഒരു ജൂൺ 5മായി ബന്ധപ്പെട്ട് കറണ്ട് അഫയേഴ്സിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിക്കാം അല്ലെ. എന്താണ് തീം? 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ തീം എന്താന്ന് ചോദിക്കാം. എന്താണ് ഇപ്രാവശ്യത്തെ തീം എന്ന് പറയുന്നത്? എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക, അല്ലെങ്കിൽ പറയാം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ, അല്ലെങ്കിൽ എങ്ങനെ പറയും? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക എന്നതാണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. ഓർമ്മയിൽ ഉണ്ടാവല്ലോ. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനമാണ്. അതിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക, അല്ലെങ്കിൽ എന്ത് പറയും? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഓക്കെ ആണല്ലോ. അതേപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. ഏത് രാജ്യത്താണ്? ജെജു എന്ന് പറയട്ടോ. റിപ്പബ്ലിക് ഓഫ് കൊറിയയുടെ ഭാഗമായിട്ടുള്ള ജെജു ആണ് 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം. അപ്പൊ ഈ ഒരു ലോക പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ഈ പറഞ്ഞ 2 കാര്യങ്ങളും. അപ്പൊ 2 കാര്യങ്ങളും മനസ്സിലുണ്ടാവണം. ഒന്ന് നമ്മൾ പറഞ്ഞു ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം എന്ന് പറയുന്നത് അല്ലെ. അത് ഈ 2025 തീം ചോദിച്ചാൽ എന്താണ്? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക, അഥവാ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതുപോലെ തന്നെ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അതേതാണ്? ജെജു. ഏതാണ്? ജെജു. ഓർമ്മയിലുണ്ടല്ലോ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് തരാം. നമ്മൾ ആദ്യം ഒരു പദ്ധതി പഠിച്ചു. അതേതായിരുന്നു? രക്ഷാ കവചം. മനസ്സിലേക്ക് ആലോചിക്കുക. രക്ഷാ കവചം എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലഹരിയുമായി ബന്ധപ്പെട്ടാണ് അല്ലെ. ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെയൊക്കെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് എക്സൈസും പോലീസും കൂടി കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ബഫർ ഇൻ സഫർ എന്ന് പറയുന്ന ഒരു പദ്ധതി അല്ലെ. എന്താണ്? ഇക്കോ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് സഫർ ഇൻ ബഫർ എന്ന് പറയുന്ന പദ്ധതി ഏത് സംസ്ഥാനത്താണ് കൊണ്ടുവന്നത്? അത് ഉത്തർപ്രദേശ് ആണ് അല്ലെ. ഉത്തർപ്രദേശ് ആണ്. അതുപോലെ തന്നെ G7 സമ്മേളനത്തെ പറ്റി നമ്മൾ പഠിച്ചു അല്ലെ. G7 2025 എവിടെയാണ് വേദി വരുന്നത്? എവിടെയാണ്? കാനഡയാണ് അല്ലെ. അതുപോലെ തന്നെ G7 രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഏതൊക്കെയായിരുന്നു? കാനഡ, ഫ്രാൻസ്, പിന്നെ ഏതൊക്കെയാണ് ഒരേപോലെയുള്ളത്? ജർമ്മനി, ജപ്പാൻ, ഇറ്റലി, പിന്നെ വരുന്നത് UK, US. ഇത്രയും പറയുന്ന രാജ്യങ്ങളാണ് G7 വരുന്നത് അല്ലെ. ആ 7 രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമ്മൾ പഠിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസിനെ പറ്റി എന്തോ കാര്യം പറഞ്ഞു അല്ലെ. എന്തായിരുന്നു അത്? ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള കമ്പനിയാണ് ഏത്? റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നീട് നമ്മൾ ജൂൺ 5ന്റെ പ്രത്യേകത പറഞ്ഞു അല്ലെ. ജൂൺ 5 എന്ന് പറയുന്നത് ലോക പരിസ്ഥിതി ദിനമാണ്. അതുപോലെ തന്നെ 2025 തീം എന്താണെന്ന് ചോദിച്ചാൽ അതെന്താണ്? പ്ലാസ്റ്റിക് മാലിന്യത്തിനെതിരെ പൊരുതുക, അഥവാ എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അതുപോലെ തന്നെ 2025 ലോക പരിസ്ഥിതി ദിനത്തിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ചോദിച്ചാൽ അതേതാണ്? അത് ജെജു ആണ് അല്ലെ. ഏതാണ്? ജെജു. ഓക്കെ ആണല്ലോ. ഇത്രയും കാര്യങ്ങൾ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തതൊരു ക്യാമ്പയിൻ ആണ് കേട്ടോ. ക്യാമ്പയിന്റെ പേരെന്താണ്? ഒരു തൈ നടാം. എന്താണ്? ഒരു തൈ നടാം. അപ്പൊ അത് ക്യാമ്പയിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരും അല്ലെ. തൈ അല്ലെ. അതായത് എന്തുമായി ബന്ധപ്പെട്ടതായിരിക്കും? എന്തുമായി ബന്ധപ്പെട്ടാണ്? അല്ലെ. വൃക്ഷങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഏതെന്ന് പറയുന്നത്? ഒരു തൈ നടാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ എന്താണ്? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകളാണ് അല്ലെ. 1 കോടി വൃക്ഷത്തൈകൾ നടിയിപ്പിക്കുക. ആ ഒരു ക്യാമ്പയിൻ ആണ് ഏതെന്ന് പറയുന്നത്? ഒരു തൈ നടാം എന്ന് പറയുന്നത്. കിട്ടുമല്ലോ. വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പൊ ഒരു തൈ നടാം എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഹരിത കേരള മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നടിയിപ്പിക്കുന്ന ഒരു ക്യാമ്പയിൻ ആണ് ഏത്? ഒരു തൈ നടാം എന്ന് പറയുന്ന ക്യാമ്പയിൻ. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് ഇന്ത്യയിലെ 2 തണ്ണീർത്തടങ്ങൾ കൂടി റംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. അപ്പൊ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഇത് റംസാർ സൈറ്റുകൾ എന്ന് പറയുന്നത് അല്ലെ. ഇപ്പൊ നിലവിൽ എത്ര റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിൽ ഉള്ളത്? എത്ര ഉണ്ട്?
എത്രണ്ണാണ്? 96 കേട്ടോ. 96 റംസാർ സൈറ്റുകളാണ് ഇപ്പൊ നിലവിലുള്ളത്. ഈ ഒരു ജൂൺ മാസത്തിൽ നോക്കുന്ന സമയത്ത് അന്ന് 93 എങ്ങാണ്ടേ ഉള്ളായിരുന്നു. അന്ന് ഗിച്ചണും മെനാർ എന്ന് പറയുന്ന 2 തണ്ണീർത്തടങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 93 എങ്ങാണ്ട് ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കുറച്ചും കൂടി തണ്ണീർത്തടങ്ങൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 96 റംസാർ സൈറ്റുകളാണ് നിലവിലുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഒന്നും കൂടി ചെക്ക് ചെയ്യണം. ആ സമയത്ത് വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും കൂടി പഠിക്കണം. അല്ലെങ്കിൽ എത്ര എണ്ണം ഉണ്ടെന്നും കൂടി എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ നിലവിൽ എത്ര എണ്ണം ഉണ്ട്? 96 റംസാർ സൈറ്റുകളാണ് ഇന്ത്യയിലുള്ളത്. അപ്പൊ അവസാനമായിട്ട് ഇതിലേക്ക് കൂട്ടിച്ചേർത്തിട്ടുള്ള റംസാർ സൈറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? കൊപ്ര ജലാശയം, ഛത്തീസ്ഗഡിലെ കൊപ്ര ജലാശയം. അതുപോലെ തന്നെ ആ സമയത്ത് തന്നെ ആഡ് ചെയ്തിട്ടുള്ള മറ്റൊന്നാണ് ഇത് സിലിസർ ലേക്ക്, രാജസ്ഥാൻ കേട്ടോ. അപ്പൊ 95ഉം 96 ഒന്ന് ഓർത്ത് വെക്കുക, ഒരുമിച്ച് ചേർത്തിട്ടുള്ളതാണ്. 95 ഏതാണ്? സിലിസർ ലേക്ക്. എവിടെയാണ്? രാജസ്ഥാനിലാണ് കേട്ടോ. അപ്പൊ സിലിസർ ലേക്ക് രാജസ്ഥാനും അതുപോലെ തന്നെ കൊപ്ര ജലാശയം വരുന്നത് എവിടെയാണ്? ഛത്തീസ്ഗഡ്. അപ്പൊ ഈ പറഞ്ഞ 2 തണ്ണീർത്തടങ്ങൾ കൂടി എന്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു? റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പൊ നിലവിൽ എത്ര ഉണ്ട്? 96 റംസാർ സൈറ്റുകളാണുള്ളത്. ഓക്കെ, അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തത് ഏതാണ്? കൊപ്ര ജലാശയം അതുപോലെ തന്നെ സിലിസർ ലേക്ക്. സിലിസർ ലേക്ക് രാജസ്ഥാനും കൊപ്ര ജലാശയം എവിടെയാ വരുന്നത്? ഛത്തീസ്ഗഡ് ആണെന്നും കൂടി എന്ത് ചെയ്യാ? ഒന്ന് ഓർത്തു വെക്കാം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തില് ഒന്നാമത് എത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് കേട്ടോ. അപ്പൊ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തില് ഒന്നാമതെത്തിയ സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 11ാം സ്ഥാനമാണ് കേട്ടോ. അപ്പൊ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തില് ഒന്നാമതെത്തിയ സംസ്ഥാനം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 11ാം സ്ഥാനമാണ്. ഓക്കെ ആണല്ലോ, അത് മനസ്സിലുണ്ടാവണം. അപ്പൊ ഏതാണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്? ആരാണ്? മഹാരാഷ്ട്രയാണ് അല്ലെ. എന്തിലാണ്? സംസ്ഥാനത്തിലുള്ള മൊത്തം ആഭ്യന്തര ഉൽപാദനത്തില് ഒന്നാമതാണ് മഹാരാഷ്ട്ര എത്തിയിട്ടുള്ളത്. കേരളത്തിന്റെ സ്ഥാനം എത്രയാ വരുന്നത്? 11ാം സ്ഥാനമാണ് കേരളത്തിന്റേത്. ഓക്കെ അല്ലേ. ഇനി അടുത്ത് നോക്കാം. 2025 17ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? 2025 ബ്രിക്സ് നമ്മൾ G7 പഠിച്ചു അല്ലെ. G7 എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? എവിടെയാണ്? കാനഡ അല്ലെ. കാനഡയിലായിരുന്നു G7 ഉച്ചകോടി നടന്നിട്ടുണ്ടായിരുന്നത്. ഈ 2025 ബ്രിക്സിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? ബ്രസീലിലെ റിയോ ഡി ജനീറോയിലാണ് കേട്ടോ. അപ്പൊ ബ്രസീലിലെ റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് ഏത് നടക്കുന്നത്? ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പൊ 2025 G7 ആണെങ്കിൽ എവിടെയായിരുന്നു? കാനഡ. അതുപോലെ തന്നെ ഏതാണ്? ബ്രിക്സ് അല്ലെ. ബ്രിക്സ് ചോദിച്ചാൽ ബ്രസീൽ അല്ലെ. നമുക്ക് പഠിക്കാൻ എളുപ്പമാണ് അല്ലെ. ബ്രിക്സ് ബ്രസീൽ. പക്ഷെ പ്രോപ്പർ പ്ലേസ് ചോദിച്ചാൽ മാറിപ്പോകരുത്. ഏതാണ്? റിയോ ഡി ജനീറോ എന്ന് പറയും. അതെവിടെയാണ്? ബ്രസീലാണ് കേട്ടോ. അപ്പൊ ബ്രസീലിലുള്ള റിയോ ഡി ജനീറോയിൽ വെച്ചിട്ടാണ് ബ്രിക്സ് ഉച്ചകോടി 2025 നടന്നിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് ഒരു പദ്ധതിയാണ്, നമ്മുടെ കുടുംബശ്രീയുടെ ഒരു പദ്ധതിയാണ്. അപ്പൊ എന്താണ് ആ പദ്ധതി? കെ ടാപ്പ് എന്ന് പറയും. ഓക്കെ, എന്താണ് കെ ടാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർഷിക മേഖലയില് ആധുനികവൽക്കരണവും സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനം സൃഷ്ടിക്കലും ലക്ഷ്യമിട്ടുകൊണ്ട് കുടുംബശ്രീ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഇത് കെ ടാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. എന്താണ് കെ ടാപ്പ് എന്ന് പറഞ്ഞാല്? കാർഷിക മേഖലയില് ആധുനികവൽക്കരണവും അതുപോലെ തന്നെ സ്ത്രീ കർഷകർക്ക് സുസ്ഥിര വരുമാനവും ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് കെ ടാപ്പ് എന്ന് പറയുന്നത്. ഈ കെ ടാപ്പിന്റെ ഫുള്ള് ചോദിച്ചാല് കെ എന്ന് പറഞ്ഞാൽ എന്താ? കുടുംബശ്രീ ആണ് അല്ലെ. ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ടി എന്ന് പറഞ്ഞാൽ ടെക്, അതുപോലെ തന്നെ അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം, ടെക് അഡ്വാൻസ്മെന്റ് പ്രോഗ്രാം എന്നാണ് പറയാം. അതാണ് ഈ പറഞ്ഞ കെ ടാപ്പ് എന്ന് പറയുന്നത്. അപ്പൊ കെ ടാപ്പ് എന്ന് പറഞ്ഞാല് കാർഷിക മേഖലയിലെ ആധുനികവൽക്കരണവും അതുപോലെ തന്നെ സ്ത്രീ കർഷകരുടെ സുസ്ഥിര വരുമാനം ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് കുടുംബശ്രീ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഇത് കെ ടാപ്പ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ലോഗോയില് കണ്ടാൽ മനസ്സിലാവും ഒന്നായി മുന്നേറാം. ഇതും ഒരു PYQ ക്വസ്റ്റ്യൻ ആണ്. കുടുംബശ്രീയുടെ ലോഗോയില് കാണിക്കുന്ന വാചകം ഏത് എന്ന് ചോദിക്കാറുണ്ട്. ഏതാണത്? ഒന്നായി മുന്നേറാം. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഓർത്ത് വെക്കുക. ഇപ്പൊ ഒരു പിക്ചർ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അപ്പൊ കുടുംബശ്രീയുടെ ലോഗോയിൽ കാണുന്ന വാചകം ചോദിച്ചാൽ അതേതാണ്? ഒന്നായി മുന്നേറാം. കുടുംബശ്രീ വന്നത് എല്ലാവർക്കും അറിയാലോ അല്ലെ. എന്നാണ്? 1998 മെയ് 17 കുടുംബശ്രീ വരുന്നത്. ഓക്കെ, അപ്പൊ അതും കൂടി എന്ത് ചെയ്യാ? ഒന്ന് ഓർത്തെടുക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ കേട്ടപ്പോ എന്താന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഒരു വൈറസിനെ പറ്റിയിട്ടാണ്. നമ്മുടെ COVID-19 വൈറസ് ഉണ്ടല്ലോ, അതിന്റെ ഒരു പുതിയൊരു വകഭേദമാണ് ഏത്? XFG എന്ന് പറയുന്നത് കേട്ടോ. XFG എന്താ അതിന്റെ പ്രത്യേകത? കൂടുതൽ വ്യാപന ശേഷിയുള്ള ഒരു വകഭേദം കൂടിയാണ് കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കും, കൂടുതൽ വ്യാപന ശേഷിയുള്ള COVID-19 വൈറസിന്റെ വകഭേദം ഏതാണ്? XFG. ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഏതാണ്? XFG. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത്
അടുത്തിടെ അറബിക്കടലില് തീ പിടിച്ചിട്ടുള്ള ഒരു കപ്പലുണ്ട് അല്ലെ, ഏതാണ് ആ കപ്പലിന്റെ പേര്? അതാണ് MV വാൻഹായ് 503 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം, അടുത്തിടെ അറബിക്കടലില് തീ പിടിച്ച കപ്പല് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? NV വാൻഹായ് 503 ആണ് കേട്ടോ. NV വാൻഹായ്. ഇനി 503 കിട്ടുന്നില്ലെങ്കിലും ജസ്റ്റ് ഈ പേരെങ്കിലും ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഏതാണ്? MV വാൻഹായ്. എന്താണ്? MV വാൻഹായ്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? ഏതായിരിക്കും യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷന്റെ പ്രകാരം 2025 ഏറ്റവും കൂടുതൽ, ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം? ചൈനയല്ല, നമ്മുടെ ഇന്ത്യയാണ് അല്ലെ. ഇന്ത്യയാണ്. ഏകദേശം 1.4 ബില്യൺ ആണ് ഇന്ത്യയുടെ ജനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ചൈനയൊക്കെ മറികടന്ന് ഇപ്പൊ ആരാണ് ഒന്നാം സ്ഥാനത്ത് ലോക ജനസംഖ്യയില്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. അപ്പൊ അതൊന്നും മനസ്സിലുണ്ടാവണം. ചൈനയാണെന്ന് വിചാരിച്ചിരിക്കുന്നവരൊക്കെ ഒന്നും എന്ത് ചെയ്യുക? മാറ്റി പഠിക്കുക. യുണൈറ്റഡ് നേഷൻ പോപ്പുലേഷൻ ഫണ്ട് 2025 പ്രകാരം ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായിട്ട് ആര് മാറിയിട്ടുണ്ട്? നമ്മുടെ ഇന്ത്യ മാറിയിട്ടുണ്ട്. ഏകദേശം 1.4 ബില്യൺ ആണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ടൂറിസം സൈറ്റിലെ സന്ദർശകരിൽ ഒന്നാമതെത്തിയ വെബ്സൈറ്റ് ഏതാണത്? നമ്മുടെ കേരളത്തിന്റെ ടൂറിസം വെബ്സൈറ്റ് ആണ് കേട്ടോ. കേരള ടൂറിസം വെബ്സൈറ്റ് ആണ് ഒന്നാമത് എത്തിയിട്ടുള്ളത്. ഓക്കെ, അതായത് ഇന്ത്യയിൽ തന്നെ ടൂറിസം സൈറ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതൽ സന്ദർശകർ വിസിറ്റ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് ആണ് ഇത്, നമ്മുടെ കേരള ടൂറിസത്തിന്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമായിട്ട് മാറിയത് ഏതാണത്? ആറളം വന്യജീവി സങ്കേതമാണ് കേട്ടോ. അപ്പൊ ആറളം വന്യജീവി സങ്കേതമാണ് സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതവും കൂടി ആയിട്ട് മാറിയിട്ടുള്ളത്. ഓക്കെ, അപ്പം ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് സംസ്ഥാനത്തെ തന്നെ ആദ്യത്തെ ശലഭ സങ്കേതം കൂടിയായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കറിയാം ആറളം വന്യജീവി സങ്കേതം എവിടെയാ വരുന്നത്? കണ്ണൂരാണ് അല്ലെ. കണ്ണൂരാണ് ആറളം വന്യജീവി സങ്കേതം എന്ന് പറയുന്നത്. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? സംസ്ഥാനത്തെ ആദ്യത്തെ ശലഭ സങ്കേതവും കൂടിയായിട്ട് ഏത് മാറിയിട്ടുണ്ട്? ആറളം വന്യജീവി സങ്കേതം മാറിയിട്ടുണ്ട്. ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഇനി അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ഈ 2025 കേന്ദ്ര സാഹിത്യ അക്കാദമിയില് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർക്കാണ് നേടിയത്? അത് ശ്രീജിത്ത് മൂത്തേടത്താണ് കേട്ടോ. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയില് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. അദ്ദേഹത്തിന്റെ ഏത് ബുക്കിനാണ്? പെൻഗിനുകളുടെ വൻകരയിൽ. വേണമെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, പെൻഗിനുകളുടെ വൻകരയിൽ ആരുടെ പുസ്തകമാണ്? ആരുടേതാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. അപ്പൊ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ആ ബുക്ക് ഏതാണ്? പെൻഗിനുകളുടെ വൻകരയില്. ഓർമ്മയിൽ ഉണ്ടാവണം, പെൻഗിനുകളുടെ വൻകരയില്. ആരുടേതാണ്? ശ്രീജിത്ത് മൂത്തേടത്ത്. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, ഈ ഒരു കേന്ദ്ര സാഹിത്യ അക്കാദമിയില് യുവ പുരസ്കാരം നേടിയത്. യുവ പുരസ്കാരം ആരാ നേടിയത്? ആരാണ്? ഒരുവിധം എല്ലാവർക്കും അറിയുന്ന ഒരു ബുക്കാണ് ഏത്? റാം കെയർ ഓഫ് ആനന്ദി എന്ന് പറയുന്നത് അല്ലെ. ഏതാണ്? റാം കെയർ ഓഫ് ആനന്ദി. ആ ഒരു ബുക്കിന്റെ രചയിതാവ് ആരാണ്? അഖിൽ പി ധർമ്മജൻ ആണ് അല്ലെ. അഖിൽ പി ധർമ്മജൻ. ഒരു പ്രാവശ്യം പരീക്ഷയ്ക്ക് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്ക് എഴുതിയത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആരാണ്? അഖിൽ പി ധർമ്മജനാണ്. അപ്പൊ ഈ പറഞ്ഞ റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്ക് എഴുതിയ അഖിൽ പി ധർമ്മജനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ യുവ പുരസ്കാരം നേടിയിട്ടുള്ളത്. ക്ലിയർ അല്ലേ? അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ ബാലസാഹിത്യം ആരാ നേടിയത്? ആരാണ്? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ശ്രീജിത്ത് മൂത്തേടത്ത് അല്ലെ. ശ്രീജിത്ത് മൂത്തേടത്ത്. ആ ബുക്കിന്റെ പേരെന്തായിരുന്നു? ശ്രീജിത്ത് മൂത്തേടത്തിന്റെ, ഒറ്റ സെക്കൻഡ്. ഓക്കെ, അപ്പൊ ശ്രീജിത്ത് മൂത്തേടത്തിന്റെ ബുക്കിന്റെ പേരെന്തായിരുന്നു? പെൻഗിനുകളുടെ വൻകരയിൽ അല്ലെ. പെൻഗിനുകളുടെ വൻകരയിലാണ്. അതുപോലെ തന്നെ യുവ പുരസ്കാരം നേടിയത് ആരായിരുന്നു? അതാണ് അഖിൽ പി ധർമ്മജൻ എന്ന് പറയുന്നത്. ബുക്കിന്റെ പേര് റാം കെയർ ഓഫ് ആനന്ദി എന്നതാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റിവൈസ് ചെയ്തുതരാം. പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് കിട്ടുന്നുണ്ടോ എന്നൊന്ന് കണ്ണടച്ച് ആലോചിക്കുക കേട്ടോ. കണ്ണടച്ച് ആലോചിക്കുക. അപ്പൊ നിങ്ങളുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഉത്തരങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ നിങ്ങൾ ഈ ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ. രക്ഷാകവചം എന്തുമായി ബന്ധപ്പെട്ടതാണ്? രക്ഷാകവചം ലഹരിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലെ. ലഹരി മാഫിയയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുന്ന ഒരു പ്രോഗ്രാം ആണ്. അതുപോലെ തന്നെ സഫറിൻ ബഫർ പദ്ധതി എവിടെയായിരുന്നു? ഉത്തർപ്രദേശ് ആണ് അല്ലെ. ഉത്തർപ്രദേശ് ആണ്. പിന്നീട് നമ്മൾ G7 എവിടെയാണ് വേദി? 2025 വേദി എവിടെയായിരുന്നു? കാനഡയാണ് അല്ലെ. അതുപോലെ തന്നെ G7 രാജ്യങ്ങളൊക്കെ മനസ്സിലുണ്ടാവണം. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് അല്ലെ. എന്താ പ്രത്യേകത? ഏറ്റവും മൂല്യമേറിയ ആഗോള ടെക് കമ്പനികളുടെ പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് ഇടം പിടിച്ച കമ്പനിയാണ് ഏത്? റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത്. പിന്നെ June 5 ലോക പരിസ്ഥിതി ദിനമാണ്. ഈ പ്രാവശ്യത്തെ പ്രമേയം എന്തായിരുന്നു?
എന്തായിരുന്നു? എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ ആണ് അല്ലെ. പ്ലാസ്റ്റിക് പൊല്യൂഷന് അറുതി വരുത്തുക അല്ലെങ്കിൽ പൊരുതുക എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ലോക പരിസ്ഥിതി ദിനത്തിന്റെ പ്രമേയം ചോദിച്ചു. പ്രമേയം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? അത് ജെജു ആണ് അല്ലെ. ജെജു ആണ്. അതുപോലെ തന്നെ ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നടിയിപ്പിക്കുന്ന ക്യാമ്പയിൻ അതെന്തായിരുന്നു? ഒരു തൈ നടാം എന്ന് പറയുന്നതാണ് അല്ലെ. പിന്നീട് നമ്മൾ തണ്ണീർത്തടങ്ങളെ പറ്റി പറഞ്ഞു. റംസാർ സൈറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള തണ്ണീർത്തടങ്ങളുടെ എണ്ണം എത്രണ്ണായിട്ടുണ്ട്? 96 ഉണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് കൂട്ടിച്ചേർത്തതാണ് ഏത്? സിലിസർ ലേക്കും അതുപോലെ തന്നെ കൊപ്ര ജലാശയം അല്ലെ. സിലിസർ ലേക്ക് എവിടെയാ? രാജസ്ഥാനും അതുപോലെ തന്നെ കൊപ്ര ജലാശയം ഛത്തീസ്ഗഡുമാണ്. പിന്നെ മൊത്തം സംസ്ഥാന ആഭ്യന്തര ഉൽപാദനത്തിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഏതായിരുന്നു? അത് മഹാരാഷ്ട്രയാണ്. കേരളത്തിന്റെ സ്ഥാനം എത്രയായിരുന്നു? 11 അല്ലെ. 11ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി എവിടെയായിരുന്നു? ബ്രസീലിലെ റിയോ ഡി ജനീറോയാണ് അല്ലെ. റിയോ ഡി ജനീറോയാണ്. കെ ടാപ്പ് പദ്ധതി ആരുടേതായിരുന്നു? കെ ടാപ്പ് കുടുംബശ്രീയുടേതാണ് അല്ലെ. കുടുംബശ്രീയുടേതാണ്. പിന്നീട് നമ്മൾ പറഞ്ഞത് മറ്റേ COVID-19 വൈറസിന്റെ പുതിയൊരു വകഭേദം ഏതായിരുന്നു? നല്ല വ്യാപനശേഷിയുള്ള ഒരു വകഭേദം കൂടിയാണ് അല്ലെ. XFG ഒക്കെ കിട്ടുന്നുണ്ടല്ലോ. XFG ആണ് അല്ലെ. XFG ആണ്. പിന്നീട് നമ്മൾ പഠിച്ചു അറബിക്കടലിൽ തീ പിടിച്ചൊരു കപ്പലിനെ പറ്റി അല്ലെ. എന്തായിരുന്നു അതിന്റെ പേര്? MV വാൻഹായ് 503 ആണ് അല്ലെ. MV വാൻഹായ് 503 ആണ്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള രാജ്യമായിട്ട് ഏത് മാറിയിട്ടുണ്ട്? ഇപ്പം ഇന്ത്യ മാറിയിട്ടുണ്ട് അല്ലെ. 1.7 ബില്യൺ ആണ് ഇവിടുത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും നല്ല അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സന്ദർശകര് വിസിറ്റ് ചെയ്തിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ് ഇത് നമ്മുടെ കേരള ടൂറിസത്തിന്റെ അല്ലെ. കേരള ടൂറിസം വെബ്സൈറ്റ് എന്ന് പറയുന്നത്. പിന്നെ സംസ്ഥാനത്തെ ആദ്യ ശലഭ സങ്കേതമായിട്ട് മാറിയത് ഏത് വന്യജീവി സങ്കേതമായിരുന്നു? ഏതായിരുന്നു? കണ്ണൂരിലുള്ള നമ്മുടെ ആറളം വന്യജീവി സങ്കേതമാണ് അല്ലെ. കണ്ണൂരിലുള്ള ആറളം വന്യജീവി സങ്കേതം. അതുപോലെ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമിയില് ബാലസാഹിത്യ പുരസ്കാരം നേടിയത് ആരായിരുന്നു? ശ്രീജിത്ത് മൂത്തേടത്ത്. അദ്ദേഹത്തിന്റെ ബുക്ക് ഏതായിരുന്നു? പെൻഗിനുകളുടെ വൻകരയിൽ. പെൻഗിനുകളുടെ വൻകരയിൽ. യുവ പുരസ്കാരം നേടിയത് ആരായിരുന്നു? റാം കെയർ ഓഫ് ആനന്ദി എഴുതിയ അഖിൽ പി ധർമ്മജൻ ആണ് അല്ലെ. അഖിൽ പി ധർമ്മജൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്തത് മറ്റൊരു പദ്ധതിയാണ്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇതൊക്കെ പരീക്ഷയിൽ മുന്നേ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഏതാണ്? പദ്ധതിയുടെ പേര് വയോ വന്ദന യോജനയാണ് കേട്ടോ. വയോ വന്ദന യോജന. അതായത് 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ചികിത്സ ലഭിക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് ഏത്? വയോ വന്ദന യോജന എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ വയോ വന്ദന യോജന. വയോ വന്ദന യോജന. വയോ വന്ദന യോജന എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് അല്ലെ. വയോ വന്ദന യോജന. അപ്പൊ വയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രായമേറിയവരാണ് അല്ലെ. വയോ എന്ന് പറയുമ്പോൾ തന്നെ പ്രായമേറിയവരാണ്. അതായത് 70 വയസ്സ് കഴിഞ്ഞവർക്കാണ്. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വയസ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എത്ര രൂപയാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒക്കെ മനസ്സിലുണ്ടാവണം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് കൊടുക്കുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. എത്ര രൂപയാണ് കിട്ടുന്നത്? 5 ലക്ഷം രൂപയുടെ സൗജന്യ ആരോഗ്യ ചികിത്സയാണ് ഇതിലൂടെ ലഭിക്കുന്നത്. ആ ഒരു പദ്ധതിയാണ് ഏത്? വയോ വന്ദന യോജന എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രായം 18 നിന്ന് 21 വയസ്സിലേക്ക് ഉയർത്തിയ സംസ്ഥാനമാണ് ഇത്? നമ്മുടെ കർണാടക എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രായം 18 നിന്ന് എത്രയായിട്ട് ഉയർത്തി? 21 ആയിട്ട് ഉയർത്തിയിട്ടുള്ള സംസ്ഥാനമാണ് ഏത്? കർണാടക എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള പ്രായപരിധി 18 നിന്ന് 21 ആയിട്ട് ഉയർത്തിയ സംസ്ഥാനമാണ് ഇത്? കർണാടക. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ജൂൺ 21. ജൂൺ 21ന്റെ പ്രത്യേകത എന്താ? അന്താരാഷ്ട്ര യോഗാ ദിനമാണ് അല്ലെ. അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ജൂൺ 21 എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു യോഗാ ദിനത്തിന്റെ 2025 പ്രമേയം എന്താണ്? ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ. അതാണ് ഇപ്രാവശ്യം 2025 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട 2 കാര്യങ്ങളാണ്. യോഗാ ദിനം എന്നാണെന്നും പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതെന്താണ്? ജൂൺ 21 അല്ലെ. ജൂൺ 21 ആണ് യോഗാ ദിനം എന്ന് പറയുന്നത്. അപ്പൊ ജൂൺ 21 ആണ് യോഗാ ദിനം. 2025 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ്? ഏക ലോകത്തിനും ആരോഗ്യത്തിനും എന്താ? യോഗ. അപ്പൊ ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ എന്നതാണ് 2025 പ്രമേയം. അതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു 2025 യോഗ ദിനത്തിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണത്താണ് കേട്ടോ. അപ്പൊ 2025 യോഗാ ദിനത്തിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലുണ്ടല്ലോ. യോഗാ ദിനം എന്നായിരുന്നു? ജൂൺ 21.
അതുപോലെ തന്നെ 2025 യോഗാ ദിനത്തിന്റെ പ്രമേയം എന്തായിരുന്നു? പ്രമേയം ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ. എന്താണ്? ഏക ലോകത്തിനും ആരോഗ്യത്തിനും യോഗ. അതുപോലെ തന്നെ 2025 യോഗാ ദിനത്തിന്റെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? വിശാഖപട്ടണം. എവിടെയാ വരുന്നത്? വിശാഖപട്ടണം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് മറ്റൊരു വേദിയാണ്, നാറ്റോ ഉച്ചകോടിയാണ് കേട്ടോ. നാറ്റോ ഉച്ചകോടിയാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെ പഠിച്ചു? G7 പഠിച്ചു, പിന്നെ ഏതാണ്? ബ്രിക്സ് അല്ലെ, ബ്രിക്സ് പഠിച്ചു. ഇനി അടുത്ത് പഠിക്കാനുള്ളത് നാറ്റോയാണ് കേട്ടോ. നാറ്റോയുടെ വേദിയാണ്. 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി ചോദിച്ചാൽ അത് എവിടെയാണ്? എവിടെയാ വരുന്നത്? ഹേഗ് ആണ് അല്ലെ. ഹേഗ് ആണ് നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. അപ്പൊ ഈ നാറ്റോയുമായി ബന്ധപ്പെട്ട് ഒരു പ്രാവശ്യം പരീക്ഷയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദിച്ച കാര്യങ്ങൾ ഇതൊക്കെയാണ്. അതായത് നാറ്റോ എന്നാ രൂപീകരിച്ചത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാണ്? 1949 നാറ്റോ രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ നാറ്റോയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ചോദിച്ചാൽ അതാരാണ്? മാർക്ക് റൂട്ടെ ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ രൂപീകരിച്ച വർഷവും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ രണ്ടും മനസ്സിലുണ്ടാവണം. നാറ്റോ ഏതാ വർഷം രൂപീകരിച്ചത്? 1949. 1949 നാറ്റോ രൂപീകരിക്കുന്നത്. നാറ്റോയുടെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? മാർക്ക് റൂട്ടെ. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? മാർക്ക് റൂട്ടെ. ഓക്കെ. ഏതാണ് വേദി ചോദിച്ചാൽ എവിടെയാണ്? 2025 നാറ്റോയുടെ വേദി ഹേഗ് ആണ് കേട്ടോ. എവിടെയാണ്? ഹേഗ് ആണ് 2025 നാറ്റോ ഉച്ചകോടിയുടെ വേദി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അത്രയും കാര്യം മനസ്സിലുണ്ടല്ലോ. അടുത്തതിലോട്ട് പോകാം. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനാണ്? 99 കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമാണ് 99. എന്തിലാണ്? ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സുസ്ഥിര വികസനമാണ് അല്ലെ. സുസ്ഥിര വികസന റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് നമ്മുടെ സ്ഥാനം എത്രയായിട്ട് വന്നത്? 99 അല്ലെ. ഒന്നും കൂടി ചേർന്നാൽ 100 ആവും. അപ്പൊ 99 സുസ്ഥിര വികസനത്തിൽ നമ്മുടെ സ്ഥാനം എന്ന് പറയുന്നത്. എത്രയാണ്? 99. ഇനി ഈ പറഞ്ഞ സുസ്ഥിര വികസന റിപ്പോർട്ടിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഏത്? ഫിൻലാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഐക്യരാഷ്ട്രസഭയുടെ പുതിയ സുസ്ഥിര വികസന സൂചികയിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 99. അപ്പൊ സുസ്ഥിര വികസന റിപ്പോർട്ടില് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 99ഉം 1ാം സ്ഥാനത്ത് ആരാണ്? ഫിൻലാൻഡ് ആണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആക്സിയം 4നെ പറ്റിയിട്ടാണ് കേട്ടോ. ആക്സിയം 4 എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്ന ഒരു ദൗത്യമായിരുന്നു ഇത് ആക്സിയം 4 എന്ന് പറയുന്നത്. അപ്പൊ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ദൗത്യത്തിൽ 4 പേരാണ് ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഒരു ബഹിരാകാശ നിലയത്തിലേക്ക് പോകുന്ന 4 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ ഒരാൾ ആരായിരുന്നു? ഒരാൾ ആരാണ്? നമ്മുടെ ഇന്ത്യക്കാരനാണ് അല്ലെ. അതായത് ശുഭാംശു ശുക്ലയാണ്. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇതിനോടകം തന്നെ ഈ ഒരു ഭാഗത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഒരു കാര്യം സ്കിപ്പ് ചെയ്യാതെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്, എന്നായിരുന്നു ഈ ഒരു ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത് എന്ന് ചോദിക്കും. എന്നാണ്? 2025 ജൂൺ 25 കേട്ടോ. അപ്പൊ പഠിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. 2025 ജൂൺ 25 ഒരേ നമ്പേഴ്സ് തന്നെയാണ്. അപ്പൊ അന്നാണ് ആക്സിയം 4 ദൗത്യം വിക്ഷേപിച്ചത്. എന്നാണ്? 2025 ജൂൺ 25. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാണ് ആക്സിയം 4 എന്ന് പറഞ്ഞാല്? ബഹിരാകാശ നിലയത്തിലേക്ക് ബഹിരാകാശ യാത്രികരെ എത്തിക്കുന്ന ദൗത്യമാണ് ഏത്? ആക്സിയം 4 എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായിരുന്നു ആരെന്ന് പറയുന്നത്? നമ്മുടെ ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. 4 പേരല്ലേ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ ഒരാൾ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനാണ്. അതുകൊണ്ടാണ് ചോദ്യം ഇങ്ങനെ വരാ. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. ഇനി എവിടുന്നാണ് ഇതിന്റെ വിക്ഷേപണം നടന്നത്? എവിടെയാണ്? നമ്മുടെ ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ് ഇതിന്റെ വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ അവിടെ ഉപയോഗിച്ച റോക്കറ്റ് ആണ് ഏത്? സ്പേസ് എക്സ് ഫാൽക്കൺ 9 എന്ന് പറയുന്നത്. അപ്പൊ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്നത്, ചിലപ്പം ഫാൽക്കൺ 9 എന്ന് മാത്രം കൊടുക്കുള്ളൂ. അപ്പൊ സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 എന്ന് പറയുന്ന റോക്കറ്റിലാണ് ഈ ഒരു വിക്ഷേപണം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ പഠിക്കണം. ഒന്നും കൂടി പറയാം. ആക്സിയം 4 എന്നാണ് വിക്ഷേപിച്ചത്? 2025 ജൂൺ 25. അതുപോലെ തന്നെ ഇന്ത്യക്കാരനായിട്ടുള്ളത് ആരായിരുന്നു? ശുഭാംശു ശുക്ല അല്ലെ. എന്തായിരുന്നു പ്രത്യേകത? രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര്? ശുഭാംശു ശുക്ല എന്ന് പറയുന്നത്. എവിടെ നിന്നാണ് വിക്ഷേപണം നടത്തിയത്? ഫ്ലോറിഡയിലെ കെന്നഡി സ്പേസ് സെന്ററിൽ നിന്നാണ്.
അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതായിരുന്നു അത്? ഫാൽക്കൺ 9. അതായത് സ്പേസ് എക്സ് ഫാൽക്കൺ 9 ആണ് ആ റോക്കറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. അടുത്തത് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ് ആ സിനിമ? അതാണ് അങ്കമ്മൽ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഒക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ 2025 മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? അങ്കമ്മൽ ആണ് കേട്ടോ. ഏതാണ്? അങ്കമ്മൽ. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്ത പടമാണ് ഇത് അങ്കമ്മൽ എന്ന് പറയുന്നത്. അതായിരുന്നു അവിടെ മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ മികച്ച സംവിധായികയായിട്ട് തെരഞ്ഞെടുത്തത് റിമാദാസ് ആണ് കേട്ടോ. അതും കൂടി ഓർത്ത് വെച്ചേക്കുക. മികച്ച സിനിമ ചോദിച്ചാൽ അങ്കമ്മൽ ആണ്. മികച്ച സംവിധായിക ആര് എന്ന് ചോദിച്ചാൽ അത് ആരായിരുന്നു? റിമാദാസ് ആണ്. ഓക്കെ ആണല്ലോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ അല്ലേ? ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവല് 2025 മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുത്തത് അങ്കമ്മൽ. ഓക്കെ. ആ അങ്കമ്മൽ എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയാണ് വിപിൻ രാധാകൃഷ്ണൻ. ആരായിരുന്നു? വിപിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ സിനിമയാണ് ഏത്? അങ്കമ്മൽ. അതാണ് മികച്ച സിനിമയായിട്ട് ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായികയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? റിമ ദാസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? റിമ ദാസ് ആണ് മികച്ച സംവിധായികയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നമുക്ക് പഠിക്കേണ്ടത് മറ്റൊരു പ്രധാനപ്പെട്ട പുരസ്കാരമാണ് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. ഓക്കെ. അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2024 അത് കൊടുത്തത് 25 ഓക്കെ. അപ്പൊ ചോദിക്കുക 24 അവാർഡായിട്ട് തന്നെയാണ് ചോദിക്കുക. അപ്പൊ കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ പഠിച്ചെടുക്കാം. അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരത്തില് മികച്ച നോവലായിട്ട് തെരഞ്ഞെടുത്തത് ഏതാണ്? മികച്ച നോവലായിട്ട് തെരഞ്ഞെടുത്തത് ആനോ എന്ന് പറയുന്ന നോവലാണ് കേട്ടോ. നമ്മുടെ ഇന്ദു ഗോപന്റെ നോവലാണ് ഏത്? ആനോ എന്ന് പറയുന്നത്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡില് 2024 മികച്ച നോവലായിട്ട് തെരഞ്ഞെടുത്തത് ചോദിച്ചാൽ ഏതാണ്? മികച്ച നോവൽ ആനോ. കണക്ട് ചെയ്യാലോ? നോവൽ എന്ന് പറയുമ്പോൾ ഇവിടെ ഉണ്ട് നോ. അപ്പം ആനോ ആണ് ഏത്? മികച്ച നോവല്. ഇന്ദു ഇവിടെ ഒരു നാന്റെ കളിയാണ് അല്ലെ. അപ്പൊ ഇന്ദു ഗോപൻ സംവിധാനമല്ല, ഇന്ദു ഗോപന്റെ നോവലാണ് ഇത് ആനോ എന്ന് പറയുന്നത്. അതാണ് മികച്ച നോവലായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇനി നോവൽ കഴിഞ്ഞ അടുത്തത് കവിതയാണ് അല്ലെ. മികച്ച കവിതയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്? മുരിങ്ങവാഴ കറിവേപ്പാണ്. അപ്പൊ മികച്ച കവിതയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് മുരിങ്ങ വാഴ കറിവേപ്പാണ്. നമ്മുടെ അനിത തമ്പിയുടേതാണ് കേട്ടോ. അപ്പൊ അനിതയുടെ അല്ലെ, അനിതേച്ചിയുടെ മുരിങ്ങവാഴ എന്നൊക്കെ ആലോചിച്ചാൽ മതി. അപ്പൊ മികച്ച കവിത ഏതായിരുന്നു? അനിതേച്ചിയുടെ മുരിങ്ങവാഴ അല്ലെ, മുരിങ്ങവാഴ കറിവേപ്പാണ് മികച്ച കവിതയായിട്ട് തെരഞ്ഞെടുത്തത്. മികച്ച നോവൽ ആണെങ്കിൽ ആനോ. ആരുടേതാണ്? ഇന്ദു ഗോപൻ. മികച്ച കവിത ഏതായിരുന്നു? മുരിങ്ങവാഴ കറിവേപ്പ്. ആരുടേതായിരുന്നു? അനിത തമ്പി അല്ലെ, അനിത തമ്പിയുടേതാണ്. അതുപോലെ തന്നെ മികച്ച ബാലസാഹിത്യം ഏതാണ്? അമ്മ മണമുള്ള കനിവുകൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, പഠിക്കണം. അമ്മ മണമുള്ള കനിവുകളാണ് മികച്ച ബാലസാഹിത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ഷീജയുടേതാണ് ഏത്? അമ്മ മണമുള്ള കനിവുകൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ബാലസാഹിത്യത്തിലാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ബാലന്മാരെ ഒക്കെ പ്രത്യേകിച്ച് അല്ലെ, ബാലന്മാരെ അമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അല്ലെ, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ബാലസാഹിത്യം ഏതാണ്? അമ്മ മണമുള്ള കനിവുകൾ. ആരുടേതാണ്? ഷീജയുടേതാണെന്നും കൂടി ഓർത്തു വെക്കാം. ഇനി ചെറുകഥാ വിഭാഗത്തില് ഏതാ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര. എന്താണ്? ഗരിസപ്പ അരുവി അഥവാ ഒരു ജലയാത്ര എന്ന് പറയുന്ന ചെറുകഥയാണ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഷിനിലാലിന്റേതാണ് കേട്ടോ. അപ്പൊ ഓർത്തു വെക്കാം. ചെറുകഥാ വിഭാഗത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഏതാണ്? ഗരിസപ്പ അരുവി. ഓക്കെ, ഗരിസപ്പ അരുവി. ജസ്റ്റ് മുഴുവൻ പേരും ഓർമ്മയിലില്ലെങ്കിൽ ജസ്റ്റ് എന്താ ഗരിസപ്പ അരുവി എന്നെങ്കിലും ഓർത്തു വെക്കുക. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് കണക്ട് ചെയ്യുക അല്ലെ. ചെറിയ അരുവിയാണെന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ ചെറുകഥയില് ഗരിസപ്പ അരുവി, ചെറിയ അരുവി എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ അതാണ് ചെറുകഥയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ആരുടേതാണ്? ഷിനിലാലിന്റേതാണ്. ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? അപ്പൊ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഒന്നുകൂടി മനസ്സിലേക്ക് കൊണ്ടുവന്നേ. ഏതാണ് കേരള സാഹിത്യ അക്കാദമി മികച്ച നോവലായിട്ട് തെരഞ്ഞെടുത്തത്? ആനോ. ആരുടേതാണ്? ഇന്ദു ഗോപന്റേത്. മികച്ച കവിതയാണെങ്കിൽ മുരിങ്ങവാഴ കറിവേപ്പ്, അനിത തമ്പിയുടേത്. അതുപോലെ തന്നെ ബാലസാഹിത്യം ആരുടേതാണ്? മണമുള്ള കനിവുകൾ, ഷീജയുടെ അമ്മ മണമുള്ള കനിവുകളാണ് ബാലസാഹിത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ചെറുകഥയാണെങ്കിൽ ഏതായിരുന്നു? ഗരിസപ്പ അരുവി ആരുടേതായിരുന്നു? ഷിനിലാലിന്റേതാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏത് പാസ്പോർട്ട് ഓഫീസിനായിരിക്കും?
ഏതാണ്? കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് ആണ് കേട്ടോ. അപ്പൊ ഇന്ത്യയിൽ തന്നെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരമാണ് നമ്മുടെ കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന് ലഭിച്ചിട്ടുള്ളത്. ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ. ഇനി അടുത്ത് നോക്കാം. ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി, ഇമ്പോർട്ടന്റ് ആണ്, NVIDIA. ഓക്കെ, NVIDIA ആണ് ലോകത്തിൽ തന്നെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി എന്ന് പറയുന്നത്. അപ്പൊ അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള ഒരു ടെക് കമ്പനിയാണ് ഏത്? NVIDIA എന്ന് പറയുന്നത്. കറക്റ്റ് പ്ലേസ് പറയുകയാണെങ്കിൽ കാലിഫോർണിയ, അതാണ് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? NVIDIA ആണ് കേട്ടോ. NVIDIA ആണ് ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി എന്ന് പറയുന്നത്. എവിടെയാണ് കമ്പനി? അമേരിക്ക അല്ലെ, കാലിഫോർണിയ ആണ് ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തതും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല ഏതാണ്? സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയാണ് കേട്ടോ. അപ്പൊ കോട്ടയാണ് സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല എന്ന് പറയുന്നത്. അപ്പൊ സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ല ഏതാണ്? കോട്ടയം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏതാണ്? രണ്ടെണ്ണം ഉണ്ട്. നമ്മുടെ ഇരവികുളം ഉണ്ട്, അതുപോലെ തന്നെ ഡെച്ചിങ്ങാം ദേശീയോദ്യാനം ഉണ്ട് കേട്ടോ. ഡെച്ചിങ്ങാം എവിടെയാ വരുന്നത്? ജമ്മു ആൻഡ് കാശ്മീർ ആണ് അല്ലെ. അപ്പൊ ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഡെച്ചിങ്ങാം ദേശീയോദ്യാനം. അതുപോലെ തന്നെയാണ് ഇരവികുളം ദേശീയോദ്യാനം. ഈ രണ്ട് ദേശീയോദ്യാനമാണ് രാജ്യത്തിൽ തന്നെ മികച്ച ദേശീയോദ്യാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഏതാണ്? നമ്മുടെ കേരളത്തിൽ നിന്നാണ് ഇരവികുളം അല്ലെ. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദ്യം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ ചോദ്യം എങ്ങനെയായിരിക്കും? രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച കേരളത്തിലെ ദേശീയോദ്യാനം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. ഇതേ സമയത്ത് തന്നെയാണ് ഏതിനും കൂടി പ്രഖ്യാപിച്ചത്? ഡെച്ചിങ്ങാം ദേശീയോദ്യാനത്തിനും പ്രഖ്യാപിച്ചത്. അതെവിടെയാ വരുന്നത്? ജമ്മു കാശ്മീർ ആണ്. ഓക്കെ, കേരളത്തിൽ നിന്ന് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഇരവികുളമാണ്. കേരളത്തിൽ നിന്ന് രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ഏത് എന്ന് ചോദിച്ചാൽ ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ ജമ്മു കാശ്മീരിൽ നിന്ന് ഡെച്ചിങ്ങാം ദേശീയോദ്യാനാണ്. അപ്പൊ ഇത് രണ്ടുമാണ് ഏറ്റവും മികച്ച, രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച ദേശീയോദ്യാനമായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 115 സ്ഥാനമാണ് കേട്ടോ. അപ്പൊ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 115 സ്ഥാനമാണ്. ഒന്നാം സ്ഥാനത്ത് ഏതാണ്? ഐസ്ലാൻഡ് ആണ് കേട്ടോ. ഐസ്ലാൻഡ് ആണ് ആഗോള സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പൊ സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ് കേട്ടോ. ഐസ്ലാൻഡ്. ഐസൊക്കെ നല്ല ചൂടെടുക്കുന്ന സമയത്ത് ഐസൊക്കെ ഇട്ട് നല്ലൊരു സമാധാനമല്ലേ നമുക്ക് കിട്ടുക, അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പൊ ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനം നിൽക്കുന്നത്. എന്തില്? സമാധാന സൂചികയില്. അപ്പൊ സമാധാന സൂചികയിൽ ഒന്നാം സ്ഥാനം ഐസ്ലാൻഡും. ഇന്ത്യയുടെ സ്ഥാനം 115 സ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 115 സ്ഥാനമാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് രവാഡ ചന്ദ്രശേഖർ IPS ആണ് കേട്ടോ. അപ്പൊ രവാഡ ചന്ദ്രശേഖർ ആണ് സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സംസ്ഥാന പോലീസ് മേധാവിയായി തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? രവാഡ ചന്ദ്രശേഖർ IPS എന്ന് പറയുന്നത്. എന്താ പേര്? രവാഡ ചന്ദ്രശേഖർ IPS. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ ആണ് കേട്ടോ. അപ്പൊ ബീഹാറിലാണ് ആദ്യമായിട്ട് അവര് മൊബൈലിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇലക്ഷനിൽ മൊബൈലിലൂടെ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമായിട്ട് ഏതാണ് മാറിയത്? നമ്മുടെ ബീഹാർ ആണെന്ന് ഓർത്തു വെക്കാം. എന്താണ്? മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? ബീഹാർ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി റിവൈസ് ചെയ്ത് തരാം. ആക്സിയം വരെ അല്ലേ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ന്യൂയോർക്ക് ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവലില് മികച്ച സിനിമയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ഏതായിരുന്നു? ഓർത്തെടുത്തേ. അങ്കമ്മൽ ആണ് അല്ലെ. അങ്കമ്മൽ. വിപിൻ രാധാകൃഷ്ണൻ സംവിധാനം ചെയ്തതാണ് അങ്കമ്മൽ. അതുപോലെ തന്നെ മികച്ച സംവിധായിക ആരായിരുന്നു? റിമാദാസ് ആണ് അല്ലെ. റിമാദാസ് ആണ്. അതുപോലെ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡില് മികച്ച നോവൽ ഏതായിരുന്നു? നോവൽ ആനോ, ഇന്ദുഗോപന്റെ ആനോ. അതുപോലെ തന്നെ മികച്ച കവിത ഏതായിരുന്നു? മുരിങ്ങ വാഴ കറിവേപ്പ്. ആരുടേതായിരുന്നു? അനിത തമ്പിയുടേത് അല്ലെ. അതുപോലെ തന്നെ ബാലസാഹിത്യം ഏതായിരുന്നു? അത് അമ്മ മണമുള്ള കനിവുകൾ, ഷീജയുടേതാണ് അല്ലെ. ഷീജയുടേതാണ് ആ കവിത എന്ന് ഓർത്തു വെക്കാം. അതുപോലെ തന്നെ ചെറുകഥയാണെങ്കിലോ കെരിസപ്പ അരുവി, ഷിനിലാലിന്റേതാണ് ഏത്? ഈ പറഞ്ഞ ചെറുകഥ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാസ്പോർട്ട് ഓഫീസിനുള്ള പുരസ്കാരം ലഭിച്ചത് ഏതായിരുന്നു? കോഴിക്കോടാണ് അല്ലെ. കോഴിക്കോട് റീജിയണൽ പാസ്പോർട്ട് ഓഫീസിനാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി ഏതായിരുന്നു? NVDA ആണ് അല്ലെ. NVDA ആണ് ലോകത്തിലെ ഏറ്റവും വിപണി മൂല്യമുള്ള കമ്പനി എന്ന് പറയുന്നത്.
പിന്നീട് നമ്മൾ പറഞ്ഞു കോട്ടയവുമായി ബന്ധപ്പെടുത്തി എന്തോ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. എന്തായിരുന്നു അത്? സംസ്ഥാനത്തെ ആദ്യ അതിദാരിദ്ര്യ മുക്ത ജില്ലയാണ് ഇത് കോട്ടയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ രാജ്യത്തെ മികച്ച ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് ഏതൊക്കെയായിരുന്നു? ഇരവികുളവും അതുപോലെ തന്നെ ഡച്ചിങ്ങാമും അല്ലെ. ഇരവികുളം നമ്മുടെ കേരളത്തിലാണ്, ഡച്ചിങ്ങാം എവിടെ വരുന്നത്? ജമ്മു കാശ്മീരാണ്. ഓർമ്മയിലുണ്ടല്ലോ. പിന്നീട് നമ്മൾ പറഞ്ഞു 2025 ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? 115 സ്ഥാനമാണ് അല്ലെ. അവിടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരായിരുന്നു? ഐസ്ലാൻഡ് ആണ് അല്ലെ. ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന പോലീസ് മേധാവിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരായിരുന്നു? രവാഡ ചന്ദ്രശേഖർ ആണ് അല്ലെ. രവാഡ ചന്ദ്രശേഖര. പിന്നീട് പഠിച്ചതായിരുന്നു മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് ബീഹാർ ആണ് അല്ലെ. മൊബൈൽ ഇ വോട്ട് രേഖപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് ഇത് ബീഹാർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടല്ലോ. അപ്പൊ ക്ലാസ് കഴിഞ്ഞാൽ ഒന്നും കൂടി റിവൈസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് PSC ബുള്ളറ്റിനിൽ ഈ പറഞ്ഞ ജൂൺ മാസത്തിൽ കൊടുത്തിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. ഇത് ഞാൻ സെലക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. അതായത് പരീക്ഷ ചോദിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങൾ ഞാൻ അടയാളപ്പെടുത്തിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്ത് ചെയ്താൽ മതി? നല്ല രീതിയിൽ പഠിച്ചെടുത്താൽ മതി. എല്ലാതും വാരി വലിച്ച് എല്ലാ കാര്യങ്ങളും പഠിച്ചെടുക്കണം എന്നില്ല. അതിൽ പരീക്ഷയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉണ്ട് അത് ടിക്ക് ചെയ്തിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യം UPSCയുടെ ചെയർമാൻ അല്ലെ. UPSCയുടെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റ വ്യക്തി ആരാണെന്ന് പറയുന്നുണ്ട് അല്ലെ. ആരാണ്? അജയ് കുമാർ ആണ് കേട്ടോ. അപ്പൊ അപ്പോയിന്റ്മെന്റ് ആണ്. UPSCയുടെ ചെയർമാനായിട്ട് സ്ഥാനമേറ്റ വ്യക്തി ആരാണ്? അജയ് കുമാർ. അപ്പൊ ചോദിക്കും നിലവിലെ UPSC ചെയർമാൻ ആരാണ്? UPSC ചെയർമാൻ അജയ് കുമാർ. ഒന്നുകൂടി ഓർത്തെടുത്ത് പറഞ്ഞേ. നിലവിലെ UPSC ചെയർമാൻ ആരാണ്? അജയ് കുമാർ. അതുപോലെ തന്നെ അടുത്തൊരു വ്യക്തിയാണ്, അടുത്തൊരു അപ്പോയിന്റ്മെന്റ് ആണ് ഇത് OM ശാലീന എന്ന് പറയുന്നത്. എന്താ പ്രത്യേകത? കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. പ്രത്യേകത ചോദിച്ചാല് ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിതയാണ് ആരെന്ന് പറയുന്നത്? ശാലീന എന്ന് പറയുന്നത് കേട്ടോ. OM ശാലീന എന്ന് പറയുന്നത്. അപ്പൊ OM ശാലീന എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഈ ഒരു പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആരെന്ന് പറയുന്നത്? OM ശാലീന. രണ്ടുപേരും ഓർമ്മയിലുണ്ടല്ലോ. അജയ് കുമാർ ആണെങ്കിൽ UPSC ചെയർമാനും OM ശാലീന ആണെങ്കിൽ ആരായിരുന്നു? കേരള ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. ഓക്കെ, ഇനി അടുത്തത് സിംഗപ്പൂർ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ലോറൻസ് വോങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആരാ? ലോറൻസ് വോങ്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ആലോചിക്കുക. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയാണ് ലോറൻസ് എന്നെങ്കിലും ആലോചിച്ച് വെച്ചേക്കാം. ഓക്കെ, അപ്പൊ സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രി ആരാണ്? ലോറൻസ്. ഇനി അടുത്ത് നമ്മൾ പഠിക്കാനുള്ളത് 2025 മാനവ വികസന സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രാം സ്ഥാനമാണ്? 130 സ്ഥാനമാണ് കേട്ടോ. ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കേട്ടോ. ഐസ്ലാൻഡ് ആണ് ഒന്നാം സ്ഥാനത്ത്. അപ്പൊ ഏതാണ്? മാനവ വികസന സൂചികയാണ് കേട്ടോ. നമുക്ക് ഒരുപാട് സൂചിക പഠിക്കുന്നുണ്ട്. ഇതേതാണ്? 2025 മാനവ വികസന സൂചികയാണ്. അപ്പൊ മാനവ വികസന സൂചികയില് ഒന്നാം സ്ഥാനത്ത് ഐസ്ലാൻഡ് ആണ്. ഐസ്ലാൻഡ് ആണ് അല്ലെ. ഐസ് ഒക്കെ ഇങ്ങനെ വികസിച്ച് പോകൂലേ, അങ്ങനെ ആലോചിക്കാം. അപ്പൊ ഐസ്ലാൻഡ് ആണ് മാനവ വികസന സൂചികയിൽ ഒന്നാം സ്ഥാനം. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 130. ഇന്ത്യയുടെ സ്ഥാനം 130. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യ US സർവകലാശാല ഏതാണത്? ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആണ് കേട്ടോ. അപ്പം ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന US സർവകലാശാലയാണ് ഏത്? ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട്. എവിടെയാണ് വരുന്നത്? നമ്മുടെ മുംബൈയിലാണ് കേട്ടോ. മഹാരാഷ്ട്രയിലെ മുംബൈയിലാണ് ഏത് വരുന്നത്? ഈ പറഞ്ഞ ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി വരുന്നത്. ഓക്കെ ആണല്ലോ. എന്താ പ്രത്യേകത? ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ആദ്യത്തെ US സർവകലാശാലയാണ് ഏതെന്ന് പറയുന്നത്? ഇല്ലിനോയിഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്നത്. എവിടെയാ വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ മുംബൈയിലാണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ, ഇനി അടുത്തത് ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയില് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഫിൻലാൻഡ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ഇൻഡെക്സ് നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യുക? ഒരുമിച്ചൊക്കെ എന്ത് ചെയ്യുക? ഒരു ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ ഇല്ലാതെ ഒരുമിച്ച് അങ്ങ് കോഡൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും അല്ലെ. നമ്മൾ ഇടയിൽ ഇങ്ങനെ ഓരോന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കൺഫ്യൂഷൻ വരുന്നു. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചികയൊക്കെ പറയുന്ന സമയത്ത് ഒരുമിച്ചൊക്കെ എഴുതി വെക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് ഏതാ പറഞ്ഞത്? ആഗോള മാധ്യമ സ്വതന്ത്ര സൂചികയാണ് അല്ലെ. അതിൽ ഒന്നാം സ്ഥാനം ചോദിച്ചാൽ ഫിൻലാൻഡ് ആണ്. ഇന്ത്യയുടെ സ്ഥാനം 151 സ്ഥാനമാണ് കേട്ടോ. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151 സ്ഥാനം. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച സ്ഥലമാണ് ഇത്? ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം പാകിസ്ഥാന്റെ ഭാഗമായിരുന്ന ബലൂചിസ്ഥാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അടുത്തിടെ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേണമെങ്കിൽ ചോദിക്കാം ഇങ്ങനെ, പാകിസ്ഥാനിൽ നിന്ന് അടുത്തിടെ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പ്രദേശം ചോദിച്ചാൽ അത് ഏതാണ്? ബലൂചിസ്ഥാൻ ആണ്. ഓക്കെ, അപ്പൊ പാകിസ്ഥാൻ, ബലൂചിസ്ഥാൻ.
ഓർമ്മയിലുണ്ടല്ലോ. ഇനി അടുത്തത് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? അത് കൊട്ടാരക്കരയാണ് കേട്ടോ. അപ്പൊ 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി ചോദിച്ചാൽ അത് എവിടെയാ വരുന്നത്? കൊട്ടാരക്കരയാണ്. അപ്പൊ കൊട്ടാരക്കരയാണ് 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മധ്യപ്രദേശിലെ ഇൻഡോർ എന്തായിട്ടാണ് പ്രഖ്യാപിക്കപ്പെട്ടത്? യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പൊ വേണമെങ്കിൽ ചോദിക്കും, അടുത്തിടെ യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഇൻഡോർ. അപ്പൊ ഇൻഡോറിൽ എന്ത് ചെയ്തിട്ടുണ്ട്? അപ്പൊ അവിടെ യാചകരെന്ന് നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവിടെ യാചക മുക്ത നഗരമായിട്ട് ഏതിനെ പ്രഖ്യാപിച്ചത്? ഇൻഡോറിനെ പ്രഖ്യാപിച്ചത് അല്ലെ. ഇൻഡോർ, ആ ഡോറൊക്കെ തുറന്നപ്പോ അവിടെ യാചകരൊന്നും കാണാനില്ല എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ മധ്യപ്രദേശിലാണ് ഇൻഡോർ എന്ന് പറയുന്നത്. അപ്പൊ മധ്യപ്രദേശിലെ ഇൻഡോർ ആണ് യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓർമ്മയിലുണ്ടല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് ഒരു ജീവചരിത്രമാണ്. ജീവചരിത്രത്തിന്റെ പേരാണ് മുഖരാഗം. ആരുടേതാണ് ആ ജീവചരിത്രം? മുഖം കൊണ്ട് ഒരുപാട് എക്സ്പ്രഷൻ ഇടുന്ന ആളല്ലേ, ആരാണ്? നമ്മുടെ മോഹൻലാൽ ആണ് അല്ലെ. അപ്പൊ പ്രമുഖ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഏത്? മുഖരാഗം എന്ന് പറയുന്നത്. ഓർത്തു വെക്കണം. അപ്പൊ മുഖരാഗം ആരുടെ ജീവചരിത്രമാണ്? മോഹൻലാലിന്റേതാണ് അല്ലെ. നമ്മുടെ നടൻ മോഹൻലാലിന്റെ ജീവചരിത്രമാണ് ഏതെന്ന് പറയുന്നത്? മുഖരാഗം. ഏതാണ്? മുഖരാഗം. ഓക്കെ, ഇനി അടുത്തത് ഒരു ക്യാമ്പയിൻ ആണ്. ക്യാമ്പയിന്റെ പേര് വിമൺ ഫോർ ട്രീ എന്നാണ് കേട്ടോ. വിമൺ ഫോർ ട്രീ. ഇവിടെ ട്രീ ഓർത്ത് വെച്ചാൽ മതി. ഇപ്പൊ ട്രീയിലെ മരങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതായത് നഗരസഭാ പ്രദേശങ്ങളിൽ തണൽ മരങ്ങളും ഫലവൃക്ഷ തൈകളും നട്ടുപിടിപ്പിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണം ചെയ്ത് രാജ്യമൊട്ടാകെ കൊണ്ടുവന്നിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ് ഏത്? വിമൺ ഫോർ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങള്. ആദ്യം നമ്മൾ കുറച്ച് അപ്പോയിന്റ്മെന്റ് ആണ് പഠിച്ചത്. അതിലൊരാളാണ് ആര്? അജയ് കുമാർ. അജയ് കുമാർ ആരായിരുന്നു? ഒന്ന് ഓർത്തെടുത്തേ. UPSC യിലെ UPSC ചെയർമാൻ ആണ്. അതുപോലെ തന്നെ OM ശാലീന. ആരായിരുന്നു OM ശാലീന? ഹൈക്കോടതി ഡെപ്യൂട്ടി സോളിസിറ്റർ പദവിയിൽ എത്തിയിട്ടുള്ള വ്യക്തിയാണ് അല്ലെ. സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. എന്താ പ്രത്യേകത? ഈ ഒരു പദവിയിൽ എത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് ആര്? OM ശാലീന എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മള് ലോറൻസ് അല്ലെ, ലോറൻസ് വോങ്ങിനെ പറ്റി പറഞ്ഞു. ആരാണ് ലോറൻസ് വോങ്? സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയാണ് അല്ലെ. സിംഗപ്പൂരിന്റെ പ്രധാനമന്ത്രിയാണ്. അതുപോലെ തന്നെ 2 ഇൻഡെക്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? ഒന്ന് മാനവ വികസന സൂചികയാണ്. മാനവ വികസന സൂചികയില് ഇന്ത്യയുടെ സ്ഥാനം എത്രയായിരുന്നു? ഇന്ത്യയുടെ സ്ഥാനം 130ാം സ്ഥാനം. 1ാം സ്ഥാനത്താണ് ഐസ്ലാൻഡ് വരുന്നത്. അതുപോലെ തന്നെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിലാണെങ്കിലോ അവിടെ 1ാം സ്ഥാനത്ത് ഫിൻലാൻഡ് ആണ്. നമ്മുടെ സ്ഥാനം 151ാം സ്ഥാനമാണ് അല്ലെ. 151ാം സ്ഥാനം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച പ്രദേശം ഉണ്ട് അല്ലെ. ഏതായിരുന്നു അത്? ബലൂചിസ്ഥാൻ അല്ലെ. ബലൂചിസ്ഥാൻ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ഏതായിരുന്നു? 6ാമത് രാജ്യാന്തര വനിതാ ചലച്ചിത്രമേളയുടെ വേദി എവിടെയാണ്? കൊട്ടാരക്കരയാണ് അല്ലെ. കൊട്ടാരക്കരയാണ്. അതുപോലെ തന്നെ യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ് ആ നഗരം? ഇൻഡോർ അല്ലെ. ഇൻഡോർ എവിടെയാണ്? മധ്യപ്രദേശാണ്. അതുപോലെ തന്നെ മുഖരാഗം ആരുടേതായിരുന്നു? മുഖരാഗം എന്ന് പറയുന്ന ജീവചരിത്രം മോഹൻലാലിന്റേതാണ്. ഓക്കെ, അപ്പൊ അത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഇനി അടുത്തത് കുറച്ച് പുരസ്കാരങ്ങളിലോട്ടേക്ക് കടക്കാൻ പോവാണ്. ഈ വർഷം 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം ആരാ നേടിയത്? ബാനു മുഷ്താഖ് ആണ് കേട്ടോ. PYQ ആയിട്ടും കൂടി ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ അടുത്ത് നടന്ന പരീക്ഷയിൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ വർഷത്തെ അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ വ്യക്തിയാണ് ആര്? ബാനു മുഷ്താഖ്. കന്നഡ സാഹിത്യകാരിയാണ്. അദ്ദേഹത്തിന്റെ ബുക്കാണ് ഏത്? ഹാർട്ട് ലാമ്പ്. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ ചോദിക്കും ഹാർട്ട് ലാമ്പ് ആരുടേതാണെന്ന് ചോദിക്കും. ആരുടേതാണ്? ബാനു മുഷ്താഖ്. അതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 2025 അന്താരാഷ്ട്ര ബുക്കർ സമ്മാനം നേടിയ കന്നഡ സാഹിത്യകാരി ആരാണത്? ബാനു മുഷ്താഖ്. അദ്ദേഹത്തിന്റെ ആ ഒരു ചെറുകഥാ സമാഹാരമാണ് ഇത് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ട് ലാമ്പ് ആരുടേതാണ്? ബാനു മുഷ്താഖിന്റേതാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തത് ONV സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. 2025 ONV സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? പ്രഭാവർമ്മയ്ക്കാണ് കേട്ടോ. അപ്പൊ 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മയ്ക്കാണ്. എത്രയാണ് ഈ ഒരു ONV സാഹിത്യ പുരസ്കാരത്തിന്റെ തുക എന്ന് പറയുന്നത്? സമ്മാന തുക എത്രയാണ്? 3 ലക്ഷം രൂപയാണ് കേട്ടോ. നമുക്ക് ഓർത്തെടുക്കാൻ എളുപ്പമാണ് അല്ലെ. ONV അല്ലെ, 3 അക്ഷരല്ലേ വരുന്നത്. അപ്പൊ 3 ലക്ഷം രൂപ എന്ന് ആലോചിച്ചാൽ മതി. അപ്പൊ വേണമെങ്കിൽ ചോദിക്കുകയാണ് ONV സാഹിത്യ പുരസ്കാരത്തിന്റെ സമ്മാന തുക ചോദിച്ചാൽ എത്രയാണ്? 3 ലക്ഷം. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആരാണ്? പ്രഭാവർമ്മ.
അതുപോലെ തന്നെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണെന്ന് ചോദിച്ചാൽ ശ്രീകുമാരൻ തമ്പിക്കാണ്. ഏകദേശം 1,11,111 രൂപയാണ് ഈ ഒരു സമ്മാന തുക എന്ന് പറയുന്നത് കേട്ടോ. അത് അത്ര ഇമ്പോർട്ടന്റ് അല്ല, എന്നാലൊന്നും ഓർത്തു വെക്കാം. അപ്പൊ വൈഷ്ണവ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ്. ONV സാഹിത്യ പുരസ്കാരാണെങ്കിലോ അത് പ്രഭാവർമ്മയ്ക്കാണ്. അതുപോലെ തന്നെ മാധവിക്കുട്ടി പുരസ്കാരം 2025 മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത് സുഭാഷ് ചന്ദ്രനാണ്. അതും കൂടി എന്ത് ചെയ്യാ, ഒന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് തരാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഏതാണ്? അന്താരാഷ്ട്ര ബുക്കർ സമ്മാനമാണ് അല്ലെ. അപ്പൊ ബുക്കർ സമ്മാനം ലഭിച്ചത് ബാനു മുഷ്താഖ് ആണ്, കന്നഡ സാഹിത്യകാരിയാണ്. അവരുടെ ചെറുകഥാ സമാഹാരത്തിന്റെ പേരാണ് എന്താ? ഹാർട്ട് ലാമ്പ്. ഓക്കെ. അതുപോലെ തന്നെ നമ്മൾ പഠിച്ചു ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം ആർക്കാ ലഭിച്ചത്? 2025 പ്രഭാവർമ്മയ്ക്ക് 3 ലക്ഷം രൂപയാണ് സമ്മാന തുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വൈഷ്ണവം സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ശ്രീകുമാരൻ തമ്പിക്ക് 1,11,111 രൂപയാണ് സമ്മാന തുക. 2025 മാധവിക്കുട്ടി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? അത് സുഭാഷ് ചന്ദ്രനാണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് കുറച്ച് സ്പോർട്സുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അവിടെ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ജാവലിൻ താരമാണല്ലോ ആരെന്ന് പറയുന്നത്? നീരജ് ചോപ്ര. അപ്പൊ അദ്ദേഹത്തിന് ടെറിട്ടോറിയൽ ആർമി ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ചോദിക്കും, അടുത്തിടെ ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ജാവലിൻ താരം ആര് എന്ന് ചോദിക്കാം. ആരാണത്? നീരജ് ചോപ്രയാണ്. ഓക്കെ ആണല്ലോ? എന്താണ് ചോദ്യം? ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച ജാവലിൻ താരം ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? നീരജ് ചോപ്ര. അതുപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ജാവലിൻ ത്രോയില് 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം എന്ന് ചോദിച്ചാലും ആര് തന്നെയാണ്? നീരജ് ചോപ്രയാണ്. അപ്പൊ മനസ്സിലുണ്ടാവണം, നീരജ് ചോപ്ര ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കായിക ഇനം എന്ന് പറയുന്നത് ഏതാണ്? ജാവലിൻ ത്രോ ആണ് അല്ലെ. അപ്പൊ ജാവലിൻ ത്രോയില് 90 മീറ്റർ കടക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ കൂടിയാണ് ആരെന്ന് പറയുന്നത്? നമ്മുടെ നീരജ് ചോപ്ര എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ ക്ലിയർ അല്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 90 മീറ്റർ കടക്കുന്ന ആദ്യ താരം കൂടിയാണ് ആര്? നീരജ് ചോപ്ര എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്തത് സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ആരാ സ്വന്തമാക്കിയത്? നമ്മുടെ ഇന്ത്യയാണ് കേട്ടോ. വെരി വെരി ഇമ്പോർട്ടന്റ്. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം ആരാണ് സ്വന്തമാക്കിയത്? ഇന്ത്യയാണ്. ഓക്കെ. ആരാണ്? നമ്മുടെ ബംഗ്ലാദേശിനെയാണ് തോൽപ്പിച്ചത്. നമ്മുടെ മനസ്സിലുണ്ടാവണം, ഇന്ത്യയാണ് ജയിച്ചത് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലുണ്ടാവണം. സാഫ് അണ്ടർ 19 ഫുട്ബോൾ കിരീടം നേടിയത് ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? ഇന്ത്യ. ഓക്കെ. ഇനി അടുത്തത് ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ തന്നെ ആദ്യത്തെ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കും, അടുത്തിടെ ഏത് രാജ്യത്താണ് ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചത് ചോദിക്കും. എവിടെയാണ്? ചൈനയിലാണ് കേട്ടോ. അപ്പൊ ചൈനയിലെ ഹാങ്ഷുവിലാണ് ലോകത്തെ തന്നെ ആദ്യ ഹ്യൂമനോയിഡ് റോബോട്ട് ഫൈറ്റിംഗ് ആരംഭിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? ദെൻ അടുത്ത് നോക്കാം. അടുത്തത് ഒരു മിസൈൽ ആണ്. മിസൈലിന്റെ പേര് ഭാർഗവാസ്ത്ര എന്ന് പറയും കേട്ടോ. അപ്പൊ എന്തുമായി ബന്ധപ്പെട്ടതാന്ന് പറയാം. ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാന് തദ്ദേശീയമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു മിസൈൽ ആണ് ഏതാ? ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താണ് ഭാർഗവാസ്ത്ര എന്ന് പറഞ്ഞാല്? ഡ്രോൺ ആക്രമണങ്ങൾക്കെതിരെയായിട്ട് അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് തദ്ദേശീയമായിട്ട് ഇന്ത്യ നിർമ്മിച്ചെടുത്തിട്ടുള്ള മിസൈൽ ആണ് ഏതാ? ഭാർഗവാസ്ത്ര. ഓക്കെ. അപ്പൊ ഡ്രോണുകളൊക്കെ തുരത്താൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു മിസൈൽ ആണ് ഏത്? ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് നോക്കാം. വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള എവറസ്റ്റ് 31ാം തവണയും കീഴടക്കുന്ന വ്യക്തിയാണ് ആര്? നേപ്പാളി ഷെർപ്പയായിട്ടുള്ള കാമി റീത്ത എന്ന് പറയുന്നത്. അപ്പൊ കാമി റീത്തയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കൊടുമുടിയായിട്ടുള്ള നമ്മുടെ എവറസ്റ്റിനെ 31ാം തവണയും കീഴടക്കുന്നത്. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തി എന്ന ഒരു വ്യക്തിത്വമാണ് ആര് നേടിയിട്ടുള്ളത്? ഷെർപ്പയായിട്ടുള്ള കാമി റീത്ത നേടിയിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആണ്. ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്? ആര്? കാമി റീത്ത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. അതേപോലെ തന്നെ ഈ ഒരു എവറസ്റ്റുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? ചോൺസിൻ ആങ്മോയ് ആണ് കേട്ടോ. ഓക്കെ. അപ്പൊ പേര് പഠിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ജസ്റ്റ് ആ പേരിന്റെ കുറച്ച് ഭാഗങ്ങളിൽ എന്ത് ചെയ്യാം? പഠിക്കാം. ചോൺസിൻ മാത്രമായിട്ടും വേണമെങ്കിൽ പഠിക്കാം അല്ലെ. അപ്പൊ ചോൺസിൻ ആങ്മോയ് ആണ് എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? എവറസ്റ്റ് കീഴടക്കിയ കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിതയാണ് ആര്? ചോൺസിൻ ആങ്മോ. ഓക്കെ. അപ്പൊ ചോൺസിൻ ആണ് ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്? കാഴ്ച പരിമിതിയുള്ള ആദ്യ ഇന്ത്യൻ വനിത, അതായത് എവറസ്റ്റ് കീഴടക്കുന്ന ആദ്യ കാഴ്ച പരിമിതിയുള്ള വനിത എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ അല്ലേ? then അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ലാസ്റ്റ് ഭാഗം
കുറച്ചും കൂടി ഉണ്ട് കേട്ടോ. അടുത്തത് ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ഏതാണ്? നമ്മുടെ ചിനാബ് പാലമാണ് കേട്ടോ. ചിനാബ് പാലം എവിടെയാണ് വരുന്നത്? ജമ്മു കാശ്മീർ ആണ്. അതെന്നാ ഉദ്ഘാടനം ചെയ്തത്? ജൂൺ 6-നാണ്. അപ്പൊ ഇവിടുന്ന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം എവിടെയാണെന്ന് ചോദിക്കും. എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ചിനാബ്. ജമ്മു കാശ്മീരിലെ ചിനാബ് പാലമാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള ആർച്ച് റെയിൽ പാലം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഏതാണ്? ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ചോദിച്ചാൽ അത് ഏതാണ്? ജമ്മു കാശ്മീരിലെ ചിനാബ് പാലമാണെന്ന് മനസ്സിലുണ്ടാവണം. ഇനി അടുത്ത് നോക്കാം. മലയാള സർവകലാശാല വൈസ് ചാൻസലർ ആയിട്ട് നിയമിതനായ വ്യക്തിയാണ് ആര്? CR പ്രസാദ്. അപ്പൊ നിലവിലും മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആണ് ആരെന്ന് പറയുന്നത്? CR പ്രസാദ്. അപ്പൊ CR പ്രസാദ് ആണ് മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലർ ആയിട്ട് നിയമിതനായ വ്യക്തി എന്ന് പറയുന്നത്. ഓക്കെ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. നവരത്ന കമ്പനികളിൽ ഒന്നായിട്ടുള്ള നവരത്ന കമ്പനി ആയിട്ട് മാറാൻ പോകുന്ന ഒരു കമ്പനിയാണ് ഇത്, നമ്മുടെ കൊച്ചി കപ്പൽശാല എന്ന് പറയുന്നത്. അപ്പൊ നവരത്ന കമ്പനികളിൽ ഒന്നായിട്ട് മാറാൻ പോകുന്നത് ഏതാണ് ചോദിച്ചാൽ അത് ഏതാണ്? കൊച്ചി കപ്പൽശാലയാണെന്നും കൂടി എന്ത് ചെയ്യാം? ഒന്ന് ഓർത്തു വെക്കാം. ഇനി അടുത്തതും വളരെ പ്രധാനപ്പെട്ടതാണ്. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ഏതാണത്? അഞ്ചിങ്കാദ് പാലമാണ് കേട്ടോ. അതും ജമ്മു കാശ്മീരാണ് വരുന്നത്. ജമ്മു കാശ്മീരാണ് വരുന്നത്. അപ്പൊ അതും വേണമെങ്കിൽ ചോദിക്കും. എങ്ങനെ ചോദിക്കുക? രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം അത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അഞ്ചിങ്കാദ് പാലമാണ്. എന്നാൽ ചോദ്യം ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. ആദ്യത്തെ ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം ചോദിച്ചാൽ അത് എവിടെയാണ്? ജമ്മു കാശ്മീരിലെ ചിനാബ് പാലമാണ്. എന്നാൽ ഏതാണ്? രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം ചോദിച്ചാൽ അത് അഞ്ചിങ്കാദ് പാലമാണ്. ഓക്കെ അല്ലേ? ദെൻ അടുത്ത് നോക്കാം. അടുത്തത് ഇവിടുന്ന് ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ജലജമന്തികൾ. ജലജമന്തികൾ ആരുടേതാണ്? ജലജമന്തികള് മഞ്ജു വെള്ളായണിയുടേതാണ് കേട്ടോ. ആ ഒരു ഇതിനാണ്, കവിതാ സമാഹാരത്തിനാണ് ഉള്ളൂർ S പരമേശ്വരുടെ പേരിൽ കൊടുക്കുന്ന പുരസ്കാരം ലഭിക്കുന്നത്. അപ്പോൾ ഒന്ന് ചോദിക്കാൻ പറ്റുന്ന ക്വസ്റ്റ്യന് ജലജമന്തികൾ ആരുടെ കവിതാ സമാഹാരമാണെന്ന് ചോദിക്കും. ആരുടേതാണ്? മഞ്ജു വെള്ളായണിയുടേതാണ്. അപ്പൊ ജലജമന്തികൾ മഞ്ജു വെള്ളായണിയുടേതാണ്. അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സുഗതകുമാരിയുടെ പേരിൽ കൊടുക്കുന്ന സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം ആർക്കാ ലഭിച്ചത്? 2025 കുമ്മനം രാജശേഖരനാണ് കേട്ടോ. അപ്പൊ കുമ്മനം രാജശേഖരനാണ് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അപ്പൊ ആർക്കാണ് സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത്? കുമ്മനം രാജശേഖരന്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് നോക്കാം. അടുത്തത് സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടെന്നീസിൽ വരുന്നതാണ് ഫ്രഞ്ച് ഓപ്പൺ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ വനിതാ സിംഗിൾസും നമ്മൾ പഠിക്കണം, അതുപോലെ തന്നെ പുരുഷ സിംഗിൾസും പഠിക്കണം. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിലെ വനിതാ സിംഗിൾസ് ആരാ നേടിയത് എന്ന് ചോദിച്ചാല് കൊഗോ ഗാഫ് ആണ് കേട്ടോ. കൊഗോ ഗാഫ് ആണ് വനിതാ സിംഗിൾസ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? അൽക്കാരസ് ആണ്. ഓക്കെ. അപ്പൊ ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസില് പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് ആരാണ്? അൽക്കാരസും. വനിതാ സിംഗിൾസ് നേടിയത് കൊഗേ ഗാഫ് ആണ്. ഈ രണ്ട് പേര് മനസ്സിലുണ്ടാവണം. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിനെ കുറിച്ചാണ് പറയുന്നത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസില് വനിതാ സിംഗിൾസ് നേടിയത് കൊഗേ ഗാഫും, അതുപോലെ തന്നെ പുരുഷ സിംഗിൾസ് നേടിയത് ആരാണ്? അൽക്കാരസ് ആണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ. ഇനി അടുത്തത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പായ്വഞ്ചിയില് ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി നേടിയത് ആരാണ്? നമ്മുടെ കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദിൽനയും അതുപോലെ തന്നെ പുതുച്ചേരി സ്വദേശിയായിട്ടുള്ള രൂപയാണ്. അതിനു മുന്നേ അഭിലാഷ് ടോമി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ഈ പറഞ്ഞ പായ്വഞ്ചിയില് ലോകം ചുറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പായ്വഞ്ചിയില് ലോകം ചുറ്റിയിട്ടുള്ള ആദ്യ ഇന്ത്യൻ വനിതകളാണ് ആരെന്ന് പറയുന്നത്? ദിൽനയും രൂപയും. ദിൽന എന്ന് പറയുന്നത് നമ്മുടെ കോഴിക്കോട് സ്വദേശിയാണ്. രൂപ എന്ന് പറയുന്നത് പുതുച്ചേരി സ്വദേശിയാണ് കേട്ടോ. രണ്ടുപേരും ഓർമ്മയിൽ ഉണ്ടാവണം. ഓക്കെ. ദെൻ അടുത്ത് നോക്കാം. അടുത്തത് ലോകസുന്ദരി അല്ലെ. ലോകസുന്ദരി ആരാണ്? ഒപാൽ സുജാതയാണ് കേട്ടോ. അപ്പൊ ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് തായ്ലൻഡുകാരിയായിട്ടുള്ള ഒപാൽ സുജാത. അപ്പൊ 2025 ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഒപാൽ സുജാത. ഓക്കെ. സുജാത എന്ന പേരെങ്കിലും എന്ത് ചെയ്യാം? ഒന്ന് മനസ്സിലുണ്ടാവണം. അപ്പൊ ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ഒപാൽ സുജാത. എവിടുത്തെ കാര്യമാണ്? തായ്ലൻഡുകാരിയാണ് ആര്? ഒപാൽ സുജാത എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത് നോക്കാം. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായ MSC ഐറീന. ഓക്കെ. MSC ഐറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേണമെങ്കിൽ ചോദ്യം ഇങ്ങനെയായിരിക്കും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തേക്ക് എത്തിയിട്ടുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? MSC ഐറീനയാണ്. എന്താ പേര്? MSC ഐറീന. MSC ഐറീനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ എന്ന് പറയുന്നത്. അതാണ് ഈ അടുത്ത് നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ. പേരെന്തായിരുന്നു? MSC ഐറീന. ക്ലിയർ അല്ലേ?
ദെൻ അടുത്ത് നോക്കാം, ലാസ്റ്റ് ഭാഗമാണ് പഠിക്കുക. പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും കൂടി റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പൊ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കേൾക്കാം. ഓക്കെ, അപ്പൊ ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം എവിടെ വെച്ചിട്ടാണ് നടന്നത്? ഫ്രാൻസിൽ വെച്ചിട്ടാണെന്ന് ഓർമ്മയിൽ ഉണ്ടാവണം. എന്താ പറഞ്ഞത്? ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം എവിടെ വെച്ചിട്ടായിരുന്നു? ഫ്രാൻസിലാണ്. അപ്പൊ ഫ്രാൻസിൽ വെച്ചിട്ടായിരുന്നു ഐക്യരാഷ്ട്രസഭയുടെ 3ാം സമുദ്ര സമ്മേളനം നടന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. അടുത്തൊരു ലെൻസുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. അതായത് ഇരുട്ടിലും കാഴ്ച സാധ്യമാക്കുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യമാണ് ഇത്? ചൈന എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്? ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ചെടുത്ത രാജ്യം ചോദിച്ചത് ഏതാണ്? ചൈനയാണ്. ക്ലിയർ അല്ലേ? ദെൻ അടുത്തത് ഈ ഒരു മാസത്തിൽ അന്തരിച്ചിട്ടുള്ള കുറച്ച് വ്യക്തിത്വങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കണം. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുത്താൽ മതി. അതിലൊരു വ്യക്തിയാണ് ആര്? സുഖ്ദേവ് സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അദ്ദേഹം മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു. അപ്പൊ അദ്ദേഹം ഈ ഒരു ജൂൺ മാസത്തിലാണ് അന്തരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും, ഈ അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് ആരാണ്? സുഖ്ദേവ് സിംഗ് ആണ് കേട്ടോ. അപ്പൊ സുഖ്ദേവ് സിംഗ് ആണ് മുൻ കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹമാണ് ഈ ഒരു ജൂൺ മാസത്തിൽ മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും, അടുത്തിടെ അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ ആരാണ്? സുഖ്ദേവ് സിംഗ് ആണ്. അതുപോലെ തന്നെ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനാണ് ആരെന്ന് പറയുന്നത്? വാൽമീക് താപ്പർ. അദ്ദേഹവും ഈ ഒരു സമയത്താണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ചോദ്യം ഇങ്ങനെയായിരിക്കും, അടുത്തിടെ അന്തരിച്ച ടൈഗർമാൻ അറിയപ്പെടുന്ന പരിസ്ഥിതി പ്രവർത്തകൻ ആരാണ്? വാൽമീക് താപ്പർ. അതുപോലെ വേണമെങ്കിൽ ചോദിക്കാം, ടൈഗർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര് എന്ന് ചോദിക്കാം. അതാരാണ്? വാൽമീക് ദാപ്പർ ആണ് കേട്ടോ. അപ്പൊ ടൈഗർമാൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വാൽമീക് ദാപ്പർ. ക്ലിയർ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലില്ലേ? ലാസ്റ്റ് ഒന്നും കൂടി റിവൈസ് ചെയ്തുതരാം. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്തെടുത്ത് പറഞ്ഞുതരാം കേട്ടോ, നമ്മുടെ ഈ PSC ബുള്ളറ്റിനിലുള്ള കാര്യങ്ങള്. ഓക്കെ, നമ്മള് UPSCയുടെ ചെയർമാൻ ആരെന്ന് പറഞ്ഞു അല്ലെ? ആരാണ്? അജയ് കുമാർ ആണ്. അതുപോലെ തന്നെ OM ശാലീന, അതൊക്കെ ആരാണെന്നൊക്കെ മനസ്സിലുണ്ടാവണം. കേരള ഹൈക്കോടതിയുടെ ഡെപ്യൂട്ടി സോളിസിറ്റർ ജനറൽ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. അതുപോലെ തന്നെ സിംഗപ്പൂർ പ്രധാനമന്ത്രി ആരായിരുന്നു? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? ഒന്ന് ഓർത്തെടുത്തേ. ലോറൻസ് അല്ലെ? ലോറൻസ് ആണ്. ലോറൻസ് വോങ് ആണ്. അതുപോലെ തന്നെ മാനവ വികസന സൂചികയില് 1ാം സ്ഥാനം ആരായിരുന്നു? ഐസ്ലാൻഡ് ആണ് അല്ലെ? നമ്മുടെ സ്ഥാനം 130ാം സ്ഥാനമാണ്. അതുപോലെ തന്നെ മറ്റൊരു സൂചികയാണ് മാധ്യമ സ്വാതന്ത്ര്യ സൂചിക. അവിടെ നമ്മുടെ സ്ഥാനം 151 ആണ്. 1ാം സ്ഥാനത്ത് ആരാണ്? ഫിൻലാൻഡ് ആണ്. ഓക്കെ, പിന്നീട് നമ്മൾ പഠിച്ചു ഇൻഡോറുമായി ബന്ധപ്പെട്ട് അല്ലെ? എന്താ പ്രത്യേകത? യാചക മുക്ത നഗരമായിട്ട് പ്രഖ്യാപിച്ച നഗരമാണ് ഏത്? ഇൻഡോർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ബാനു മുഷ്താഖ് അല്ലെ? എന്താ പ്രത്യേകത? ബാനു മുഷ്താഖ് ആരാണ്? അന്താരാഷ്ട്ര ബുക്ക് സമ്മാനം നേടിയ വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഒരു കവിതാ സമാഹാരമാണ് ഇത്? ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത് അല്ലെ? ചെറുകഥാ സമാഹാരമാണ് കേട്ടോ. ചെറുകഥാ സമാഹാരമാണ് ഹാർട്ട് ലാമ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് പ്രഭാവർമ്മയ്ക്കും. വൈഷ്ണവം സാഹിത്യ പുരസ്കാരമാണെങ്കിൽ ശ്രീകുമാരൻ തമ്പിക്കും. മാധവിക്കുട്ടി പുരസ്കാരമാണെങ്കിൽ ആർക്കായിരുന്നു? സുഭാഷ് ചന്ദ്രൻ ആയിരുന്നു അല്ലെ? സുഭാഷ് ചന്ദ്രനാണ്. അതുപോലെ തന്നെ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റനന്റ് കേണൽ പദവി ലഭിച്ച വ്യക്തിയാണ്. അതുപോലെ തന്നെ 90 മീറ്റർ കിടക്കുന്ന അല്ലെ? അതായത് ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കിടക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ താരം കൂടിയാണ് ആര്? നീരജ് ചോപ്ര എന്ന് പറയുന്നത്. സാഫ് അണ്ടർ-19 ഫുട്ബോൾ കിരീടം ആരാ സ്വന്തമാക്കിയത്? നമ്മുടെ ഇന്ത്യയാണ് അല്ലെ? ഇന്ത്യയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഭാർഗവാസ്ത്ര എന്തായിരുന്നു? ഡ്രോണുകൾ അല്ലെ? ഡ്രോൺ ആക്രമണത്തിനെതിരായിട്ട് കൊണ്ടുവന്നിട്ടുള്ള മിസൈൽ ആണ് ഏത്? ഭാർഗവാസ്ത്ര എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷെർപ്പ കാമിറീത്ത, ഏറ്റവും കൂടുതൽ തവണ എവറസ്റ്റ് കീഴടക്കുന്ന വ്യക്തിയാണ് ആര്? ഷെർപ്പ കാമിറീത്ത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലം എവിടെയാണ്? ജമ്മു കാശ്മീരിൽ ചിനാബ് ആണ്. എന്നാൽ അതേപോലെ തന്നെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലം അത് എവിടെയാണ് വരുന്നത്? അഞ്ചിത്ഗാദ് പാലമാണ് കേട്ടോ. അതെവിടെയാണ്? ജമ്മു കാശ്മീർ ആണ്. ഓക്കെ, പിന്നെ ചോദിച്ചത് ജലജമന്തികൾ അല്ലെ? ജലജമന്തികൾ ആരുടേതാണ്? മഞ്ജു വെള്ളായണിയുടേതാണ്. അതുപോലെ തന്നെ സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം ലഭിച്ചത് കുമ്മനം രാജശേഖരനാണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസില് സിംഗിൾസ്, അതായത് വനിതാ സിംഗിൾസ് നേടിയത് ആരായിരുന്നു? കൊഗെ ഗാഫും. പുരുഷ സിംഗിൾസ് നേടിയത് അൽക്കാരസും ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞു പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ വനിതകളെ പറ്റി പറഞ്ഞു അല്ലെ? ആരൊക്കെയായിരുന്നു അത്? കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ദിൽസയും അതുപോലെ തന്നെ രൂപയും. ഓക്കെ, പിന്നെ ലോകസുന്ദരിയായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് ഹൊപാൽ സുജാത അല്ലെ? ഹൊപാൽ സുജാത തായ്ലാന്റുകാരിയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലായിട്ടുള്ള ഏതായിരുന്നു? MSC ഐറീന. അത് അടുത്തിടെ എവിടെ വന്നിട്ടുണ്ടായിരുന്നു? നമ്മുടെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അന്തരിച്ച വ്യക്തികള് നമ്മുടെ ടൈഗർമാൻ അല്ലെ? ടൈഗർമാൻ എന്നറിയപ്പെടുന്നത് ആരായിരുന്നു? വാൽമീക് താപ്പർ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടല്ലോ. നന്നായിട്ട് എന്ത് ചെയ്യുക? റിവൈസ് ചെയ്യുക.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. അതായത് പെട്ടെന്ന് മറന്നു പോകുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഷോർട്ട് നോട്ടിൽ എഴുതി വെക്കുക. ഒരേപോലെ വരുന്ന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് എഴുതി വെക്കാനായിട്ട് ശീലിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക്